നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മൂന്നാമത് ഒരു ഭരണം ഉറപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണിപ്പോൾ CPM, SNDP, NSS, KPMS, ഒപ്പം അമൃതാനന്ദമയി മഠവും. ഹിന്ദു സമുദായ സംഘടനകളെയും ഹിന്ദുക്കളെ സ്വാധീനിക്കാൻ കഴിയുന്നവരെയും ഒപ്പം നിർത്തിയാണ് നീക്കം. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ അമൃതാനന്ദമയ്ക്ക് സർക്കാർ ഇന്ന് ആദരം നൽകുന്നു. ഐക്യരാഷ്ട്രസഭയിൽ അമൃതാനന്ദമയി പ്രസംഗിച്ചതിൻ്റെ രജത ജൂബിലിയുടെ ഭാഗമാണ് സ്വീകരണം. കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള മന്ത്രിമാരായ KN ബാലഗോപാലും സജി ചെറിയാനുമാണ് സ്വീകരണം നൽകുന്നത്. മുമ്പ് എതിർപക്ഷത്തായിരുന്ന സംഘടനകളെയും സംഘടനാ നേതാക്കളെയും ആത്മീയ മേഖലയിൽ സ്വാധീനമുള്ളവരെയും ഒപ്പം നിർത്തിയാണ് CPMൻ്റെ നീക്കം. ഹിന്ദു വോട്ടുറപ്പിക്കാനുള്ള CPM നീക്കങ്ങൾക്കെതിരെ കടുത്ത വിമർശനവും പരിഹാസവും ഒരുപോലെ ഉയരുന്നുണ്ട്. പാർട്ടി പതിവുകൾ വിട്ടുള്ള നീക്കങ്ങളാണ് പലതും. ആശയപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ള ചോദ്യവും ഉണ്ട്. പക്ഷേ അങ്ങനെ പരിഹസിച്ച് തള്ളാവുന്നതാണോ CPMൻ്റെ തന്ത്രങ്ങൾ? കേരള ഭരണം നിശ്ചയിക്കുന്നതിൽ നിർണായക സ്വാധീനമുള്ള തെക്കൻ കേരളത്തിൽ ഈ സംഘടനകൾക്കുള്ള സ്വാധീനം അത്ര ചെറുതല്ല. പല മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ സാധ്യമാക്കാനുള്ള ശേഷിയും ഇവർക്കുണ്ട്. ഈ സാധ്യതയാണ് CPM ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഇരുതല മൂർച്ചയുള്ള വാൾ കൂടിയാണ് ഇത്. സമുദായ നേതാക്കളുമായുള്ള ചങ്ങാത്തം ഒരേ സമയം ഗുണവും ദോഷവും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ളതാണ്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായി എത്തുന്നത് മൊയ്തീൻ കുഞ്ഞാണ്, കായംകുളത്ത് നിന്നും. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, കേരളത്തിലെ പ്രധാനപ്പെട്ട ഹിന്ദു സമുദായ സംഘടനകളും അതിൻ്റെ നേതാക്കളും ഒക്കെ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്നു. ഇപ്പോൾ അമൃതാനന്ദമയ്ക്ക് ഇന്ന് സ്വീകരണത്തിന് 2 പ്രധാനപ്പെട്ട മന്ത്രിമാർ തന്നെയാണ് വൈകുന്നേരം പങ്കെടുക്കുന്നത്. ഈ സമുദായ സംഘടനകളെയൊക്കെ ഒപ്പം നിർത്തിയുള്ള CPMൻ്റെ ഒരു നീക്കം അത് എങ്ങനെയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? നമസ്കാരം കിരണേ. നമസ്കാരം. സമുദായ സംഘടനകൾ ആരും നിൽക്കത്തില്ല. സമുദായ സംഘടനയുടെ നേതാക്കന്മാരായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. എനിക്കറിയാൻ വയ്യാത്ത ഒരു കാര്യം കിരണോട് ചോദിച്ചോട്ടെ. ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ഏത് പാർട്ടിയുടെ ആളാണ്? അവരുടെ അടിസ്ഥാനപരമായിട്ട് അവർ ഏത് പാർട്ടിക്കാരാണ്? കിരൺ അറിയാവോ? എനിക്കറിയാൻ വയ്യ. അതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. എനിക്കറിയില്ല. അങ്ങനെയല്ല, സാധാരണഗതിയിൽ ഇത്തരം നേതാക്കളെയൊക്കെ കോൺഗ്രസ്സുകാരാണ് ഇലക്ഷൻ മുമ്പേ കണ്ട് അവരുമായിട്ടൊക്കെ ഒരു ധാരണയുണ്ടാക്കി അവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് പോകുന്നത്. പക്ഷേ ഇത്തവണ കോൺഗ്രസ്സുകാർക്ക് അതിന് കഴിയുന്നില്ല. ഇടതുപക്ഷം അത് CPM അത് ചെയ്യുകയും ചെയ്യുന്നു. ഇവർക്ക് ആർക്കും അടിസ്ഥാനപരമായി ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ല ഈ നേതാക്കന്മാർക്ക്. അവർ ചുമ്മാ എന്തെങ്കിലും അങ്ങ് പറയുമെന്ന് വിചാരിച്ച് അണികളൊക്കെ അത് അംഗീകരിക്കണമെന്നുണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ ഇടതുമുന്നണിയായാലും വലതുമുന്നണിയായാലും ഇനി അതല്ല BJP ആയാലും ഇവരെല്ലാവരും ഈ ഇത്തരം സമുദായ നേതാക്കളൊക്കെ കാണുമ്പോൾ അവരോട് വലിയ ബഹുമാനത്തിലൊക്കെ നിന്ന് അവരുടെ വിമർശിക്കാൻ പോലും, അവരെയൊക്കെ ഒന്ന് ആഞ്ഞു വിമർശിക്കാൻ പോലും ഭയപ്പെട്ടൊക്കെ നിൽക്കുന്നത്? എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാർക്കും ഒരു ഉദ്ദേശമുണ്ട്. ഇവരെ പിണക്കി കഴിഞ്ഞാൽ വോട്ട് കിട്ടത്തില്ലെന്ന്. അതൊക്കെ വെറുതെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആ ചിന്തയുടെ ആവശ്യമില്ല. നേതാക്കളൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. ഇവർക്കെതിരെയൊക്കെ തുറന്നു പറയുന്ന നേതാക്കളും കേരളത്തിലുണ്ടായിരുന്നു. അത് എല്ലാ പാർട്ടികളിലും ഉണ്ടായിരുന്നു. പക്ഷേ കാലം മാറുന്തോറും കൂടുതൽ സ്വാധീനം അവർക്ക് വരുന്നു. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, കേരളത്തിലെ പ്രധാനപ്പെട്ട ഹിന്ദു സമുദായ സംഘടനകളും അതിൻ്റെ നേതാക്കളും ഒക്കെ ഇപ്പോൾ ഇടത് മുന്നണിക്ക് ഒപ്പം നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അമൃതാനന്ദമയിക്ക് നമ്മൾ സ്വീകരണം നൽകുന്ന അമൃതാനന്ദമയിക്കും ആ മേഖലയിലൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു ആത്മീയ പ്രവർത്തക കൂടിയാണ്. അതിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? കിരൺ സാർ നമസ്കാരം. നമസ്കാരം. ചിരിയാണ് സാർ വരുന്നത്. ചിരിയും അതിലേറെ CPMനോട് വളരെയധികം സന്തോഷവും തോന്നുവാണ് സാർ. കാരണം ആൾ ദൈവങ്ങളെ ഈ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒന്നുമല്ല സാർ പ്രശ്നം. ആൾ ദൈവത്തിന്റെ അടുത്ത് നമ്മുടെ മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ പോകുന്നുണ്ടെങ്കിൽ ഈ തന്ത്രം വളരെ അമൃതാനന്ദമയുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ നേരത്തെയും മന്ത്രിമാരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ആദ്യമായിട്ട്. പക്ഷെ അവരൊക്കെ അന്നൊക്കെ പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താന്നുള്ളത് നമ്മുടെ സമൂഹത്തിന് അറിയാമല്ലോ സാർ. അല്ല, ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് അങ്ങനെ ഉണ്ടോ? അപ്പോൾ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആദ്യമല്ല, ഇതിനു മുമ്പും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മന്ത്രിമാരും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട CPMൻ്റെ നേതാക്കളും ഒക്കെ അമൃതാനന്ദമയി മഠത്തിന്റെ ആഘോഷ പരിപാടികളിലും മറ്റു പരിപാടികളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഈ മാതാ അമൃതാനന്ദമയി ആൾ ദൈവമല്ലേ? അത് റൈറ്റ് അല്ലേ സാർ? കേൾക്കാമോ? പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. അപ്പോ സത്യത്തിൽ ഇതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഈ തന്ത്രം വിജയിക്കുകയും ചെയ്യും.
ഈ ന്യൂനപക്ഷ പ്രീണനം അവസാനം ഇനി കുറച്ച് ഭൂരിപക്ഷം നടക്കട്ടെ, ഭൂരിപക്ഷ പ്രീണനം നടക്കട്ടെ രാജ്യത്ത്. ഇത് വിജയിക്കും, യാതൊരു സംശയവും വേണ്ട. ഇവർ ഈ രൂപത്തിൽ ഇങ്ങനെ പെരുമാറി ഭക്തജനങ്ങളോടും മാതാമൃതാനന്ദമയിയോട് സ്നേഹം കാണിക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷത്തിന് വിജയിക്കുവാൻ യാതൊരു സംശയവും വേണ്ട. ന്യൂനപക്ഷ പ്രീണനം അതോടുകൂടി അവസാനിക്കുകയും ചെയ്യും. ശ്രീ ബാലകൃഷ്ണൻ, ശ്രീ പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് ന്യൂയോർക്കിൽ നിന്ന് നോക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഇത്തരം മാറ്റങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഗുഡ് ഈവനിംഗ് മിസ്റ്റർ കിരൺ. നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം. ഞാൻ വിചാരിച്ചത് ഇന്ന് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ചർച്ച എടുക്കുമെന്നാണ് വിചാരിച്ചത്. എന്തായാലും ഇത് തന്നെ പിന്നെ അലട്ടി വരുന്നു. അമൃതാനന്ദമയിയുടെ സ്വീകരണം നൽകുന്ന വാർത്തയും പ്രധാനമൊക്കെ ഇന്ന് അതൊരു പ്രധാനപ്പെട്ട വാർത്തയല്ലേ? അതെനിക്കറിഞ്ഞൂടാ. അമൃതാനന്ദമയെ കുറിച്ച് പിണറായി വിജയൻ ഒരു 7-8 വർഷത്തിന് മുമ്പേ പറഞ്ഞോ, എനക്ക് ആദയങ്ങളൊന്നും വലിയ വിശ്വാസമല്ല എന്നാണ് പറഞ്ഞത്. ഇതേ ഡയലോഗ് അടിച്ച വേണമെങ്കിൽ ആ പഴയ നിങ്ങളുടെ റെക്കോർഡ് കേട്ടു നോക്കിയാൽ മതി. അതിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ദൈവങ്ങൾ വിശ്വാസമില്ല എന്ന് പറയുന്ന നിലപാടൊന്നും അദ്ദേഹം മാറ്റിയിട്ടില്ല ഇപ്പോഴും. അയ്യോ, നിങ്ങൾ ഈ ആൾ ദൈവങ്ങളെ വിശ്വാസം മാറ്റില്ല. വെള്ളാപ്പള്ളി നടേശനല്ലേ പറഞ്ഞത് ഇദ്ദേഹം ഒരു അയ്യപ്പ ഭക്തനാണ്, അയ്യപ്പന്റെ ഏറ്റവും വെള്ളാപ്പള്ളി നടേശനാണോ പിണറായി വിജയന്റെ ഭക്തിയും ഭക്തിയുടെ അളവുകോലും ഒക്കെ നിശ്ചയിക്കുന്നത്? ഈ ട്രംപും മറ്റേ നമ്മുടെ നോർത്ത് കൊറിയൻ പ്രസിഡന്റോടല്ലോ എന്തോ അയാളും കൂടെ വന്ന് ഇറങ്ങുമ്പോൾ രണ്ടുപേരും കൂടെ വന്ന് തള്ളി ഇറങ്ങിയ ശേഷം ഇദ്ദേഹം പറയണം മാധ്യമ പ്രവർത്തകരോട് ഇദ്ദേഹം വലിയ ദൈവഭക്തനാണെന്ന്. പിന്നെ ഒരു കാര്യം, വീട്ടിലെ പശുവുണ്ട്, പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇദ്ദേഹം ഒരു പക്കാ വിശ്വാസിയായി മാറി, നല്ല കാര്യം. ഞാൻ വിശ്വാസിയല്ല, ഇദ്ദേഹം ഒരു നല്ല സൂപ്പർ വിശ്വാസിയായി മാറിയത് സന്തോഷം. പിന്നെ ഒരു കാര്യം, ഇനി ഒന്നും കൂടെ താങ്കളോട് അദ്ദേഹം വിശ്വാസിയായി മാറിയെന്ന് പിണറായി വിജയൻ പറഞ്ഞോ? ഇവിടെ വരുന്ന ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനോട് താങ്കൾ ചോദിച്ചു നോക്കും പിണറായി വിജയൻ ഇപ്പൊ വിശ്വാസിയാണോ അല്ലെങ്കിൽ താങ്കൾ ചോദിച്ചു നോക്കും. ഇപ്പൊ ഞങ്ങൾക്കാർക്കും അറിയില്ല പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിലൊരു ഈശ്വര വിശ്വാസിയായിട്ട് അറിയില്ല. അദ്ദേഹം വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ശാസ്ത്രീയ ചിന്തകൾ വിശ്വസിക്കുന്ന ഒരാളായിട്ടാണ് ഞങ്ങൾക്കറിയാവുന്നത്. അല്ലാതെ ഞങ്ങൾക്കാർക്കെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുകൊണ്ട് നാളെ പിണറായി വിജയൻ വിശ്വാസിയാണ് എന്ന് പറയാൻ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾക്ക് പിണറായി വിജയന്റെ വിഷയത്തിൽ അത്രത്തോളം ആധികാരികതയൊന്നും സാധാരണ ജനമാരും കൽപ്പിക്കുന്നുമില്ല. എന്നാ പിന്നെ എന്തിനാണ് തിണ്ണാറങ്ങാൻ പോണവരെല്ലാരും? കാറി കൊണ്ടുപോകാൻ എന്തിനാണ്? എഴുന്നള്ളിക്കണ എന്തിനാണ്? അതെല്ലാം പോട്ടെ. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ 2 സഹാക്കന്മാർ വരുമല്ലോ. ആ സഹാക്കന്മാരോട് ചോദിക്കണം നിങ്ങളുടെ നേതാവ് വിശ്വാസിയായോ എന്നൊരു ഒറ്റ വാക്കിൽ ചോദിക്കണം. അതെന്തിനാ അങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താ? അങ്ങനെ ഒരു ചോദ്യത്തിന്റെ സംശയം പോലും ഉയരുന്നില്ലല്ലോ കേരളത്തിൽ CPM-ന്റെ. ശ്രീ പ്രദീപ്, പ്രദീപ് കേൾക്കൂ. താങ്കൾ അങ്ങനെ ഒരു പിണറായി വിജയൻ പറയുകയാണ് ഞാൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചോദിക്കാം, വിശ്വാസിയായി മാറിയോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പിണറായി വിജയൻ അങ്ങനെ ഏതെങ്കിലും ആചാരങ്ങളിൽ പങ്കെടുത്തുവെങ്കിൽ ചോദിക്കാം. ഇതൊന്നുമില്ലാതെ പിണറായി വിജയൻ എന്ന മനുഷ്യനെ എത്ര കാലം മുതൽ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും ഒരാൾ വന്ന് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ വന്നിട്ട് ഒരു വാചകം പറഞ്ഞാൽ അത് കേട്ടുകൊണ്ട് പിണറായി വിജയന്റെ ഇടയ്ക്ക് അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഞാനും താങ്കളും കൂടെ ഒരു കാറിൽ പോയി ഇറങ്ങിയിട്ട് ഞാൻ പറയാണ് ഈ നിൽക്കുന്ന എന്റെ കാറിൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു കേരളത്തിലെ ഒരു സമുദായ സംഘടനയുടെ നേതാവാണ്. അങ്ങനെയുള്ള ആളുകളെ ആ തരത്തിൽ തന്നെ ആദരപൂർവ്വം വന്നു, അദ്ദേഹത്തെ കാണാൻ വന്നു, അദ്ദേഹത്തിന്റെ കാറിൽ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അതിനെന്താണ് തെറ്റ്? പിണറായി വിജയന്റെ കാറിൽ കയറുന്നവരുടെ എല്ലാ ഉത്തരവാദിത്തം പിണറായി വിജയനുണ്ടോ? നോക്കൂ മിസ്റ്റർ കിരൺ, ഇടതുപക്ഷം എന്നാൽ പുരോഗമന ചിന്താഗതി എന്നാണ്. ജാതിയില്ല, മതമില്ല, ഒരു വർഗമില്ല എന്ന ചിന്തയിൽ കൂടെയാണ് ഇടതുപക്ഷം പൊയ്ക്കൊണ്ടിരുന്നത് എന്നല്ല. താങ്കൾക്ക് അതിന്റെ ആശയപരമായ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞുകൂടായിട്ടുള്ള അറിഞ്ഞുകൂടാ. പക്ഷെ എങ്കിലും എന്റെ അറിവില് ഞങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഇല്ല, കോൺഗ്രസ് ഞങ്ങളിലെ ഹിന്ദു ഇല്ല, ക്രിസ്ത്യാനി ഇല്ല, മുസ്ലിം ഇല്ല എന്നുള്ള ഒരൊറ്റ ആശയമാണ്. പക്ഷെ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? ഇവിടെ ഓരോ ജാതിയെയും തിരിച്ച് അതിൽ നിന്ന് എത്ര വോട്ടെടുക്കാം, ഓരോ മതക്കാരെ എത്ര തിരിച്ച് വോട്ടെടുക്കാം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വെക്കട്ടെ മിസ്റ്റർ കിരൺ, ഒരു കവിള് ഒരു ശൂലവും കുത്തി 2 നാരങ്ങയും തൂക്കി പളനി പോകുന്ന ഒരു പിണറായി വിജയനായിരിക്കും നിങ്ങൾ അടുത്ത് കാണാൻ പോണത്. പിന്നെ ഒരു കാര്യം കൂടെ സന്തോഷമുണ്ട്, ഈ ഇദ്ദേഹത്തെ താങ്ങി നടന്ന സുഡാ കുട്ടന്മാർക്കെല്ലാം വളരെ സന്തോഷമായി കാണും. ഇദ്ദേഹം വോട്ട് രാഷ്ട്രീയം അടുത്ത് ഒരിക്കൽ കൂടെ ഭരണത്തിൽ വരിക എന്നുള്ളതല്ല. പിന്നെ അടുത്ത് വരുന്ന സഹാക്കളോട് ചോദിക്കണം നിങ്ങളുടെ നേതാവ് ശബരിമല ഭക്തരാണോ എന്ന്. താങ്ക് യു സോ മച്ച്. ശ്രീ പ്രദീപ്, താങ്കൾ ആവർത്തിച്ച് ഒരേ ചോദ്യം, അതും ഒരു ലോജിക്കുള്ള ചോദ്യമാണെങ്കിൽ നമുക്ക് അത് ചോദിക്കാം. താങ്കൾക്ക് വ്യക്തിപരമായി താങ്കൾക്കെതിരെ കൃത്യമായ അഭിപ്രായം പറയുന്ന പ്രേക്ഷകരോട് എതിർപ്പ് കാണും. അതിന്റെ പേരിൽ ഞാൻ എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താങ്കൾ പറയാം. അതിന് മറുപടി അത് എന്തിനു ചോദിക്കേണ്ട കാര്യം എന്താണ്? ശ്രീ പ്രദീപ്, പിണറായി വിജയനെ വിശ്വാസിയായിട്ട് ഞാൻ എവിടെയെങ്കിലും കണ്ടിട്ടില്ല. കേരളീയ സമൂഹം പിണറായി വിജയനെ വിശ്വാസിയായി എവിടെയും കണ്ടിട്ടില്ല. ആരും കാണാത്ത ഒരു കാര്യത്തിൽ എന്തിനാണ് ഞാൻ ചോദ്യം ചോദിക്കേണ്ടത്? ഭഗവത്ഗീത വായിച്ചുകൊണ്ട് ഭഗവത്ഗീത ഭക്തന്മാരുടെ വല്ല കുത്തകയാണോ ഭഗവത്ഗീത? താങ്കൾക്ക് ഭഗവത്ഗീത വായിക്കാത്ത ഭഗവത്ഗീതയുടെ ആഖ്യാനം എഴുതി എത്രയോ നിരീശ്വരവാദികളായ മനുഷ്യരെ ഉണ്ട്. അയ്യോ, ആഖ്യാനം എഴുതിയ നിരീശ്വരവാദികളെന്ന് എനിക്കറിയത്തില്ല. താങ്കൾക്ക് അത് അറിവില്ലാത്തത് എന്റെ കുറ്റമല്ല, അത് എന്റെ കുറ്റമല്ല. ഈ പറയുന്ന കേരളത്തിന്റെ ഈ ഇന്ത്യയുടെ ഈ ഹിന്ദു പുരാണങ്ങൾ പറയുന്ന പുസ്തകങ്ങളിലെല്ലാം
ആധികാരികമായി അതിൻ്റെ ആഖ്യാനങ്ങളും അതിനെ വിമർശനാത്മകമായിട്ടും ഒക്കെ പഠിച്ചെഴുതിയ ഒരുപാട് നിരീശ്വരവാദികളായ മനുഷ്യരുണ്ട്. ചാറുവാകന്റെ കൂടി മണ്ണാണിത്. അല്ലാതെ ഇത് വിശ്വാസികൾ എന്ന് പറയുന്ന എല്ലാവരുടെയും മാത്രമൊന്നുമല്ല ആത്മീയമായ പുസ്തകങ്ങളൊന്നും. ഖുറാനെ കുറിച്ചും ബൈബിളിനെ കുറിച്ചും പഠിച്ചെഴുതിയ ഒരുപാട് നിരീശ്വരവാദികളുണ്ട്. അല്ല, ഇത് കാലം ചിലതിന് സാക്ഷിയാകും എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ പരിഹസിച്ചപ്പോൾ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ മുസ്ലിങ്ങളെ അല്ല പരിഗണിച്ചത്. താങ്കളെല്ലാം വാക്കുകൾ എടുത്ത് അല്പവാർത്ഥമായ അഭിപ്രായം വെച്ചിട്ട് പറയുകയാണ്. കാണുമ്പോൾ കുറെ കൂടി വിശാലമായി, ന്യൂയോർക്കിലൊക്കെ അല്ലേ ലോകം കണ്ട ഒരു മനുഷ്യനല്ലേ, കുറെ കൂടി വിശാലമായി ലോകത്തെ കാണാൻ ശ്രമിക്കും, ഇങ്ങനെ സങ്കുചിതമായി ചുരുങ്ങി പോവാതെ. ഇല്ല, എന്റെ അറിവുകളെല്ലാം താങ്കളെ പോലുള്ള മാധ്യമ പ്രവർത്തകർ തരുന്ന അറിവ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകർക്കൊന്നും അത്ര വലിയ അറിവുകളൊന്നും തരാനുള്ള ശേഷിയൊന്നുമില്ല. താങ്കളൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ താങ്കൾക്ക് അറിവില്ലാത്തതല്ല എന്നും താങ്കൾക്ക് അറിവുള്ളതാണെന്നും ആ അറിവ് വെച്ച് അതിനെ എങ്ങനെ വക്രീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് വ്യക്തമായി എനിക്ക് അറിയുകയും ചെയ്യും. ആൾ ദൈവം എന്ന അമൃതാനന്ദമയിയുടെ കാലിൽ പോയി വീഴുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഞാൻ ആരാണ് കാലിൽ വീണത്? താങ്കൾ അതിനെ മറ്റു രീതിയിലേക്ക് അതിനെ ഒരു സാമാന്യ അർത്ഥത്തിൽ നിന്ന് മാറ്റി വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി താങ്കൾ ഉപയോഗിക്കുന്നു. ഗൗരവമായ രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് വിമർശനമുണ്ടെങ്കിൽ വിമർശനാത്മകമായി സംസാരിക്കാം. അതിന് പകരം താങ്കൾ അതിനെ പിണറായി വിജയന്റെ വീട്ടിൽ പശുവുണ്ട്, പിണറായി വിജയൻ വിശ്വാസിയാണ് എന്നൊക്കെ മട്ടിലാണ് മറുപടി പറയുന്നത്. ഇത് രാഷ്ട്രീയ വിരോധമല്ല. ഇത് ഞാൻ പറഞ്ഞ ഈ ഒരു രാഷ്ട്രീയ നേതാവ് ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ അവര് ഈ രാജദേവങ്ങളുടെ പുറകിലും മതത്തിന്റെയും ജാതിയുടെയും പുറകിലല്ല പോകേണ്ടത്. താങ്കളൊരു കാര്യം ചെയ്യും, 22 വർഷമായിട്ട് ഞാൻ ടാക്സ് കൊടുക്കുന്ന ആളാണ്, ഇന്ത്യയിൽ പൈസ അയക്കുന്ന ആളാണ്. ഈ ഞാൻ വരുമ്പോൾ എനിക്ക് സ്വാഗതം തരാൻ പറയൂ. അത് ദീപുനെ കൊണ്ട് വേണ്ട. കാരണം താങ്കൾക്ക് എന്തിനാ ഇതുപോലെ താങ്കളെക്കാൾ കൂടുതൽ പണം അയക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എല്ലാവർക്കും ഇവിടെ കേരളത്തിൽ അങ്ങനെ പ്രത്യേക സ്വീകരണമൊന്നുമില്ല. കേരളത്തിന് വേണ്ടി വിദേശത്ത് പോയി പണിയെടുത്ത് വന്ന് ഈ കേരളത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ സ്വീകരണം നൽകാറുമുണ്ട് കേരള സർക്കാരും ഒക്കെ. അതിനൊന്നും സംശയമില്ല. പൊതുജനത്തിന്റെ പണമെടുത്ത് സ്വന്തം കുട്ടികളെയും ഭാര്യയും സംരക്ഷിക്കുന്ന താങ്കൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒന്നും സംസാരിക്കാൻ പ്രയാസമുണ്ട് ശ്രീ പ്രദീപ്. ഉത്തരം മുട്ടുമ്പോൾ അടുത്തടുത്ത വിഷയങ്ങളിലേക്ക് പോകും. ശരി, ഓക്കെ, ഞാൻ അടുത്ത പ്രേക്ഷകരിലേക്ക് പോകട്ടെ. സമയം കളഞ്ഞതുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രധാനപ്പെട്ട ഹിന്ദു സമുദായ സംഘടനകളെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് CPM ഇപ്പോൾ നടത്തുന്ന നീക്കം അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിക്ക് ഗുണം ചെയ്യുമോ? സാറേ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. അപ്പോ ബാബു സാറേ ഒന്ന് പറയാണ്ട്, അയാൾക്ക് കുറച്ച് വിവരം ജാസ്തിയാ. ഇപ്പൊ പറഞ്ഞ പ്രദീപ് ന്യൂയോർക്ക് വിവരം ജാസ്തിയായിട്ടല്ല, പുള്ളിക്ക് വിവരമൊക്കെ ഉള്ള ആളൊക്കെയാണ്. പുള്ളി മനഃപൂർവ്വം അങ്ങനെ എന്ത് കാര്യം പറഞ്ഞാലും പുള്ളിക്ക് പിണറായി വിജയനെ കുറ്റം പറയണം. അതൊരു ശീലമായി പോയി. എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും അയാളല്ല അവിടുന്ന് പൈസ അയക്കുന്നുണ്ട്, പലരും അയക്കുന്നുണ്ട്. ഇപ്പൊ ഇയാള് 10 കോടി ഉറുപ്പിക ഇപ്പൊ കൊടുത്തു. ആര് നമ്മളെ നമ്മുടെ വിഷയം അതല്ല, അത് വിട്ടേരെ, നമുക്ക് ഈ വിഷയത്തിലേക്ക് സംസാരിക്കാം. അപ്പൊ അയാൾക്ക് വിവരം ഉണ്ടെങ്കിൽ അയാളെ മനസ്സിലാച്ചാൽ മതി. പിണറായി വിജയനെ പറയണ്ട. ഇനി അത് വേറെ കാര്യം. പക്ഷെ സാറിന്ന് CPM-ന്റെ ഹിന്ദു നയതന്ത്രം എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത് സാറേ. അപ്പൊ അത് ഒരു നയതന്ത്രം എന്നൊക്കെ പറഞ്ഞതിന് അവിടെ ഒരു വലിയ കാര്യം പറയാനില്ല. എങ്കിലും കൂടി പിന്നെ ഈ അമൃതാനന്ദമയിന്റെ അടുത്ത് പോണതും വരുന്നതും പലരും പോയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ സാറ് തന്നെ പറഞ്ഞു ചെയ്തു. പിന്നെ അതിന് വോട്ട് കിട്ടോ കിട്ടൂലേ എന്നുള്ളതല്ല, അവരേറ്റവും ഈ സർക്കാർ ഇടപെടുക എന്നുള്ളത് മാത്രമാണ്. അവര് വോട്ട് അവർക്ക് ഇഷ്ടമല്ല, അവർക്ക് ചെയ്തോട്ടെ. പക്ഷെ ഇങ്ങനെ താറടിക്കണ്ട. ഈ പ്രദീപിനെ പോലെ വ്യക്തമാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തുനിന്ന്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രധാനപ്പെട്ട ഹിന്ദു സമുദായ സംഘടനകൾ SNDP ആയാലും NSS ആയാലും KPMS ആയാലും മറ്റ് നിരവധി സംഘടനകൾ ഇതൊക്കെ ഇപ്പോൾ ഇടതുമുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. ഇപ്പോൾ അമൃതാനന്ദമയ്യെ പോലെ ഹിന്ദു വോട്ട് ബാങ്കിലൊക്കെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ആത്മീയ നേതാവ് കൂടി സ്വീകരണം നൽകുക കൂടി ചെയ്യുന്നു സർക്കാർ. ഈ നയതന്ത്രം, ഈ നീക്കം സർക്കാരിന് അനുകൂല വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? നമസ്കാരം കിരൺ. നമസ്കാരം. കുറച്ച് ദിവസമായി വിളിച്ചിട്ട് എന്തായാലും പെട്ടെന്ന് പറയാം. പറഞ്ഞോളൂ. CPM-ന്റെ നയതന്ത്രം ഹിന്ദുക്കളെ വോട്ടാക്കി മാറ്റുമെന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം CPM എന്നൊരു പാർട്ടി എന്റെ ഈ ഇത്രയും 58 വയസ്സായ ജീവിതത്തിൽ നോക്കുമ്പോൾ CPM നേതാക്കന്മാരുടെ അച്ഛനോ അമ്മയോ മരിക്കുമ്പോൾ അവർ ചടങ്ങ് നടത്താറില്ല. അതുപോലെ തന്നെയാണ് അവർ ഒരു ആചാരങ്ങളിലും കൈകുപ്പാറില്ല. 9 വർഷക്കാലമായി ശബരിമലയിൽ മകരവിളക്ക് തെളിയുമ്പോൾ ഒരു ദേവസ്വം ബോർഡ് ഒരു പ്രസിഡന്റ് പോലും ഒരു മന്ത്രി പോലും തുറന്നിരിക്കുന്നത് ഞാൻ ആരും കണ്ടില്ല. അവരിരിക്കട്ടെ, KPMS-ഓ KNMS-ഓ NNS-ഓ NSS-ഓ SNDP-യോ മറ്റ് ഇയാൾ സംഘടന പറഞ്ഞിരുന്നാൽ പോലും കേരളത്തിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് അവർക്കറിയാം. അവർക്ക് ആർക്ക് ചെയ്തു നമുക്കറിയാം. എന്തുപകാരം ചെയ്തു, എന്ത് നന്മ ചെയ്തു, ജനങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്
എന്ന് മനസ്സിലാക്കേണ്ട കഴിവ് കേരള ജനങ്ങൾക്കുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ വിജയന്റെ വണ്ടി കയറിയിട്ടോ NSSന്റെ പ്രസിഡന്റ് പാർട്ടിമാർ എന്ന് പറഞ്ഞിട്ടൊന്നും ഓരോ പാർട്ടിക്കാരന്മാർ പോവില്ല, ജനങ്ങൾക്കറിയാം. പക്ഷേ ഇത്രയും പ്രായം ചെന്ന നേതാക്കന്മാർ, പിണറായി ഉൾപ്പെടെ, NS നേതാവ് ഉൾപ്പെടെ, SNDP നേതാവ് ഉൾപ്പെടെ, ഇത്തിരി ജനങ്ങളെ മണ്ടത്തരം കാണിച്ച് ജനങ്ങൾ നോക്കിയിരിക്കുകയാണ്. എന്റെ പൊന്നനിയ, എന്തോ നമുക്കാരുണ്ട് ഇവിടെ പറയാൻ? സാധാരണക്കാരനെ പറയാൻ ഏത് പാർട്ടിയുണ്ട്, ഏത് രാജസംഘടനയുണ്ട്, ആരുണ്ട്? നമ്മൾ ജനങ്ങളെല്ലാം മണ്ടന്മാരായിരിക്കുകയാണ്. എന്ത് ആണ് സംഭവിക്കുന്നത്? ഒരു തോന്നിവാസം അങ്ങ് നമ്മളെ കേരളത്തിന്റെ നമ്മളെ പണങ്ങൾ വാരി തിന്നുകൊണ്ട്, നമ്മളെ ഖജാവിന്റെ പൈസ, നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ വാരി തിന്നുകൊണ്ട് ഇവർ നേതാക്കന്മാരെല്ലാം കാണിക്കുന്നത് അങ്ങനെയാണ്. വെള്ളാപ്പള്ളി ആയാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ CPM നടത്തുന്ന ഈ നീക്കം അത് ഒരു അസാധാരണമായ നീക്കം കൂടിയാണ്. ആ നീക്കം തെരഞ്ഞെടുപ്പിൽ പ്രയോജനം ചെയ്യുമോ? നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്, അത് നമുക്കറിയാം. ആ ജനാധിപത്യത്തിൽ എപ്പോഴെങ്കിലും ജനങ്ങളെ സമീപിക്കേണ്ട ഒരു അവസ്ഥ വരും. സ്വാഭാവികമായിട്ടും ഒരു നിശ്ചിത ശതമാനം വോട്ട് കൊണ്ട് മാത്രം ഒരു പറ്റില്ല എന്നുള്ളത് നമ്മുടെ അതിന്റെ ഒരു എന്താ പറയുക അടിസ്ഥാന സംഭവമാണ്. കുറച്ച് വോട്ട് കൂടി അധികമായിട്ട് നമുക്ക് സമാഹരിക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാലാകാലങ്ങളിൽ ബോധപൂർവമായിട്ടുള്ള തന്ത്രങ്ങൾ മെനയാറുണ്ട്. ചിലപ്പോഴൊക്കെ വിജയിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ പരാജയപ്പെടാറുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ഒരു ഇതിൽ പറഞ്ഞു, അതായത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ജനങ്ങൾക്ക് കുറച്ചും കൂടി അറിയാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുതലാണ്. TV കാണുന്നു, കൂടുതൽ പേര് വിദ്യാഭ്യാസം കൊണ്ട് പത്രം വായിക്കുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ വിരൽത്തുമ്പിൽ എത്തുന്ന കാലം ആണിപ്പോ. അപ്പൊ അതിന്റെ പേരിൽ ഈ നേതാക്കന്മാർ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായിക്കോട്ടെ എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാലും കുറെ ഒക്കെ ജനങ്ങൾ സ്വയമേവ ഒരു ബുദ്ധിയും വിവേകവും ഉള്ളവരായി തീർന്നിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ രീതികളിലെ മാറ്റം വരുത്താൻ ഈ എന്താ പറയാ ഈ ജാതി സംഘടനകൾ, അതായത് SNDPയോ NSSോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും പാർട്ടികൾ വിചാരിച്ചാൽ മുഴുവനായും വശപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു ഭാഷ്യം എനിക്കില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കുറച്ചു പേര്, ഒരു ചെറിയ ശതമാനം മാത്രമേ അവര് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു നിലവാരത്തിലേക്ക് പോകുള്ളൂ. മറ്റുള്ളവരൊക്കെ കാലാകാലം ഇപ്പൊ നമ്മൾ വീക്ഷിക്കുന്നു, TV കാണുന്നു, വിലയിരുത്തുന്നു, സ്വയം ഒരു തീരുമാനത്തിലെത്തുന്നു, അങ്ങനെ വോട്ട് ചെയ്യും. പിന്നെ കുറച്ചൊക്കെ ഇത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ പെരുമാറാൻ അവർ മനസ്സ് കാണിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും മറ്റുള്ളവരോട് നല്ല രീതിയിൽ സ്നേഹമായിട്ട് പെരുമാറുന്നു, ഈ സംഗമങ്ങൾ നടത്തുന്നു, ആദരവുകൾ കൊടുക്കുന്നു, അതൊക്കെ നല്ല കാര്യങ്ങൾ നടക്കട്ടെ. പക്ഷെ മുൻകാലത്ത് ഇതിനൊക്കെ പലപ്പോഴും എതിർത്തവരും കൂടി ആയിരുന്നു എന്നുള്ളൊരു വസ്തുതയും കൂടി അതിന്റെ പുറകിലുണ്ട്. അപ്പൊ ജനങ്ങള് എന്താ പറയാ ഒരു പരിധി വരെ അതിനൊക്കെ സാധിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. ഒരു പരിധി വരെ നല്ല രീതിയിൽ ഇടപെടട്ടെ, നമ്മുടെ സമൂഹം നല്ല രീതിയിൽ പോട്ടെ, ഏത് പാർട്ടികളായാലും നല്ല ഭരണാധികാരികൾ ഭരണത്തിൽ വരട്ടെ, അതാണ് എന്റെ അഭിപ്രായം സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾ പറഞ്ഞോളൂ. ഇങ്ങനത്തെ മുദ്രാവാക്യം കല്ലും മുള്ളും കാലും കുത്തേ ആ പ്രഭാവർമ്മ ചെയ്ത പണി മാറ്റി കളഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും ഇതിന്റെ ആവശ്യമില്ല. ഓരോ കമ്മ്യൂണിസ്റ്റുകാരും ഈ ദൈവവിശ്വാസമുള്ള ആൾക്കാരെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ നോക്കണം. ഇപ്പൊ ആ മഞ്ചേരി നോക്കുന്ന ആ പാവം കാക്ക, അയാൾക്ക് എന്തെങ്കിലും മുഹമ്മദ് എന്തെങ്കിലും കഥയറിയോ? ഈ യോഗി ആദിത്യന് മുന്നേ കിട്ടായിട്ടാണ് അയാളെ കൊണ്ടുവരുന്നത്. ഇങ്ങനെ കുറച്ച് പാവങ്ങളെ മുസ്ലിങ്ങൾ ഇപ്പോൾ മരണ തന്ത്രങ്ങൾ നടക്കുക. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും ദൈവവിശ്വാസം പാടില്ല. ഏത് മാനിഫെസ്റ്റോയിൽ അങ്ങനെയുള്ള ഇവര് ശരിക്കും പറയും നാട്ടിലെ മൊത്തം ഇവര് ഈ പിണറായി എന്തോ ചെയ്ത മുൻകാല ആ 2018 പാവത്തിന്റെ ഒരു ഫല അനുഭവപ്പെടാറ്. കാര്യം സങ്കടം തോന്നുന്നു. കുറച്ച് കഴിയുമ്പോൾ പിണറായി വിജയനും ഭാര്യയും കൂടിയിട്ട് പിണറായി മുമ്പ് സാമേന്നും കമ്മ്യൂണിറ്റി കേൾക്കുന്ന അയ്യപ്പോ എന്ന് വിളിക്കുന്ന അവസ്ഥ ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങളെ കാണും. സങ്കടം ഇപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞ പ്രദീപ് പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നത്. പ്രദീപിന്റെ ഭാഷക്കാണ് കിരൺ ബാബുവിന് പ്രശ്നം തോന്നിയെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാണ് കിരൺ ബാബു ഇങ്ങനെ ഈ ഞാൻ ചോദിക്കട്ടെ, ഈ കിരൺ ബാബു നല്ല ചെറുപ്പക്കാരനെ മാധ്യമ പ്രവർത്തകൻ, നിങ്ങൾക്ക് നിർവഹിച്ചോക്കുണ്ടോ? ആദ്യം നമ്മൾ ഓരോ മനുഷ്യരും സ്വന്തമായിട്ട് ദൈവം ഇല്ല എന്ന് ആദ്യം പറഞ്ഞു ശ്രീദാസൻ, നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ
ഹിന്ദു സമുദായ സംഘടനകളുമായി ഒരു അടുപ്പം സ്ഥാപിക്കുന്നത്, അവരുടെ പിന്തുണ ഉറപ്പാക്കുന്നത് CPM അങ്ങനെ ചെയ്യുന്നു. അത് നമ്മൾ തന്നെ തുടക്കത്തിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു. CPMൻ്റെ മുൻ പതിവുകൾ വിട്ടാണ് CPM അത്ര നീക്കം നടന്നത്. അത് വോട്ടായി മാറുമോ എന്നുള്ളതാണ്. അതിൽ അഭിപ്രായം പറയുന്നതിനോ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നതിനോ നമുക്ക് തെറ്റില്ല. അതിന് പകരമായി അതിനെ മറ്റു തരത്തിലേക്ക് കൊണ്ടുപോയി മറ്റു വിഷയങ്ങൾ അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായും അതിന് മറുപടി പറയേണ്ടി വരും. അതൊക്കെ അല്ല ഞാൻ പങ്കെടുക്കുന്നത് ശരി. ഞാൻ കമ്മ്യൂണിസ്റ്റ് ആവശ്യമില്ല വേണം ബാബു. അല്ല, ഓരോരുത്തരുടെയും ഓരോ അഭിപ്രായമാണ്. ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസികളുടെ വിശ്വാസത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയും ഒക്കെ ഒരുപാട് പോരാട്ടം നയിക്കുകയും അതിൻ്റെ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പാർട്ടിയാണ് CPM. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM എന്ന് പറയാൻ കഴിയില്ല, അപ്പോൾ CPI ആയിരുന്നു. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, അപ്പോൾ അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിശ്വാസികൾക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കല്ല, എല്ലാവർക്കും അവിശ്വാസിക്കും വിശ്വാസിക്കും എല്ലാം വിശ്വാസകാര്യത്തിൽ അഭിപ്രായം പറയാം. അതിൽ യാതൊരു കുഴപ്പവുമില്ല. നിലവിൽ 2 വർഷമില്ല. RSP, സോളാർ ബ്ലോക്ക്, CPI, CPM ഈ 4 കൂടി 2 വർഷം. ഇതിപ്പോ 2 ആളെ ഉള്ളൂ. 2 വർഷം പറയാൻ തന്നെ പാടില്ല. ശരി, ദാസൻ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുരേന്ദ്രൻ, ഈ ഹിന്ദു സമുദായ സംഘടനകളെ ഒപ്പം കൂട്ടുന്നു, ഒപ്പം അമൃതാനന്ദമയി അടക്കം ആദരിക്കുന്നു, അത് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു നീക്കം കൂടിയാണ് എന്നത് വ്യക്തമാണ്. അത് വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത്, ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി കമ്മ്യൂണിസ്റ്റ് നേതാവ് മാത്രമല്ല, അദ്ദേഹം കേരളത്തിന്റെ ഭരണാധികാരിയും കൂടിയാണ്. ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങളെക്കാൾ ഉപരി ആ ഭരിക്കപ്പെടുന്ന ആ ജനതയുണ്ടല്ലോ, ആ ജനതയുടെ ആ വികാരങ്ങളും കൂടി നമ്മൾ സംരക്ഷിച്ചു കൊള്ളണം, അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിണറായി വിജയൻ ഒരു ഭക്തനാണെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ പിണറായി വിജയൻ ഭക്തന്മാർക്ക്, മറ്റുള്ള ആൾക്കാർ, സാറ് നേരത്തെ പറഞ്ഞു മറ്റേ ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണപിള്ള പോയി മണിയടിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? വിശ്വാസികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഒരു ഭരണാധികാരി എന്ന നിലയിൽ പിണറായി വിജയൻ ശരിക്കും ഇപ്പൊ ചെയ്യുന്ന സ്റ്റാൻഡ് കറക്റ്റാണ്. കാരണം ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് നേതാവ് മാത്രമല്ല, അദ്ദേഹം ഭരണാധികാരിയാണ്. ഈ മറ്റേ ബാലഗോപാലും മറ്റേ സജി ചെറിയാനും പോണത് മന്ത്രിസഭയുടെ ഭാഗമായിട്ടാണ് പോണത്. കമ്മ്യൂണിസ്റ്റ് ആൾക്കാരായിട്ടല്ല, അവരെല്ലാം ക്ഷണിച്ചിട്ട് പോയിട്ടുള്ളത്. അങ്ങനെയല്ല ശ്രീ സുരേന്ദ്രൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും ഒക്കെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാരും ഒക്കെ അവിടെ ചടങ്ങുകളിലൊക്കെ നേരത്തെ തന്നെ, ഇപ്പോഴുള്ള വളരെ നേരത്തെ തന്നെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ ഉണ്ടായിരുന്നത് പോലെ നിലപാട്, അങ്ങനെ അതിനെതിരായ ഒരു നിലപാടൊന്നും ഇപ്പോഴില്ലല്ലോ. വിശ്വാസികളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്, ഇടതുപക്ഷം കാര്യങ്ങളും ഇടപെടുന്നുണ്ട്. അത് ഇപ്പൊ തുടങ്ങിയതല്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള കാണുമ്പോ ഭയങ്കര വോട്ടായി മാറുന്നത് നോക്കണ്ട. വോട്ടാവോ അത് തീരുമാനിക്കുന്ന ജനങ്ങള് അവരുടെ കിട്ടുന്ന അവസരം അവർ ചോദ്യം. ഇത് എന്തായാലും ഇപ്പോൾ ഇതൊന്നും വോട്ട് കൂടി ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ തന്നെയാണ്. അതിന് ആരെന്ന് പറഞ്ഞാലും അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് മലയാളിക്കെല്ലാം ബോധ്യപ്പെടുന്നതാണ്. വോട്ടായി മാറുമോ എന്നുള്ളതാണ് ചോദ്യം. അതെ, അത് സാറ് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കുന്നില്ല. പക്ഷെ അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. കാരണം ഇതിനു മുന്നും ഇതേമാതിരി തന്നെ നിന്നിട്ടുള്ളത്. കാരണം അതാ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പൊ ഈ ഇത്രയും വലിയ ഇത് പറയുന്നില്ലേ, ശിവസേന എന്ന് പറഞ്ഞ ഈ മാതിരി അല്ല നിന്നിട്ടുള്ളത്. 2016 കേരളത്തിൽ ഇടതുമുന്നണി അധികാരത്തിലേറുമ്പോൾ VS അച്യുതാനന്ദൻ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞത് പറന്ന് നടന്ന് മാലിന്യം വിതറുന്ന നടേശൻ എന്നാ പറഞ്ഞത്. മൈക്രോ ഫിനാൻസ് അഴിമതിയുടെ കാര്യത്തിലൊക്കെ അതിരൂക്ഷമായി വെള്ളാപ്പള്ളിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചവരാണ്. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ രീതിയും അത് തന്നെയായിരുന്നു. സമുദായ സംഘടനാ നേതാക്കളൊക്കെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ അവരെ നന്നായി തന്നെ പറഞ്ഞ് അവർക്കെതിരെയുള്ള മറുപടികൾ പറഞ്ഞു പോവുക എന്നതായിരുന്നു രീതി. അതെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സംശയം ചോദിച്ചോട്ടെ. ഈ VD സതീശൻ എന്ന് പറഞ്ഞ ഒരാള് പ്രതിപക്ഷ നേതാവായപ്പോ പറഞ്ഞ് ഞാൻ ഒരു മത നേതാക്കന്മാരുടെയും ഉമ്മറം ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസ്താവന ഇറക്കിണ്ടായിരുന്നു ഇല്ലേ? അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു മത നേതാക്കളുടെ അടുത്തും പോയിട്ട് ഒന്നും ചോദിക്കാനും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ചില സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവും. പരസ്പരം അവര് തമ്മിലുള്ള വിദ്വേഷത്തിന്റെ ഭാഗമായിട്ട് പലതും പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ മൊത്തത്തിൽ കോമൺ ആയിട്ട് നമ്മൾ ഇതുവരെ കണ്ടുവരുന്ന ആ പാരമ്പര്യം എടുത്ത് നോക്കണം. അതാണ് അതിന്റെ നമ്മൾ അങ്ങനെയാണ് വിലയിരുത്തേണ്ടത്. അല്ലാണ്ട് ഒരു വ്യക്തി പറഞ്ഞു. സുരേന്ദ്രൻ, ഞാൻ ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ തന്ത്രപരമായ നിലപാടുകളൊക്കെ സ്വീകരിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും എല്ലാ പാർട്ടികളും ഒക്കെ ചെയ്യുന്നതാണ്. തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അതല്ല പറഞ്ഞത്. പക്ഷേ CPMന്റെ മുൻകാലങ്ങളിലുണ്ടായിരുന്ന രീതി, സമുദായ സംഘടനകളോട് സമീപന രീതി ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ സ്വീകരിച്ച രീതി. അത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ കാലം വിലയിരുത്തേണ്ടത് വോട്ടർമാർ വിലയിരുത്തേണ്ടതുമാണ്. പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ സ്വീകരിച്ച രീതി എന്നുള്ളതാണ് വിഷയം. അതെ, ആ രീതി അതാ ഞാൻ പറയണത്. ആ രീതി ഇതിന് മുന്നേ പറഞ്ഞ് തെറ്റാണെന്ന് പറയുന്നത് കുറെ ആൾക്കാർ പറയുന്നു ഇത് തെറ്റായിരുന്നു, ഇപ്പൊ ശരിയാക്കിയല്ലോ.
അപ്പൊ ശരിയാണെന്ന് പറയുന്നു. അങ്ങനെ പെരുമാറാൻ പാടില്ല, ഇങ്ങനെയും പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശരി, ശരിയാണോ? എന്തായാലും അതൊക്കെ വോട്ടർമാർ തീരുമാനിക്കട്ടെ എങ്ങനെയാണ് എന്നുള്ളത്. നമുക്ക് എന്തായാലും അടുത്ത പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ പാർത്ഥസാരഥിയാണ് ഹരിപ്പാട് നിന്ന്. ശ്രീ പാർത്ഥസാരഥി, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ നീക്കങ്ങൾ വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? എന്റെ അഭിപ്രായം പറഞ്ഞാലേ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഈ പിണറായി വിജയൻ മുസ്ലിം വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി മുസ്ലിം ഭൂരിപക്ഷ ഏരിയകളിൽ യന്ത്രമായി പ്രസംഗിച്ചു നടന്നു. എന്നിട്ട് ആ പ്രസംഗത്തിന്റെ ഫലമായിട്ട് ഒരൊറ്റ വോട്ടും കിട്ടിയില്ല, പാർലമെന്റിലേക്ക് കാര്യമായിട്ടൊരു ബെനിഫിറ്റും ഉണ്ടായില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പാർത്ഥസാരഥി അതിനിടയിൽ ഒന്ന് പറഞ്ഞോട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ മാത്രമല്ല പ്രസംഗിച്ചത്, അല്ലെങ്കിൽ ആ മേഖലയിൽ മാത്രമായി കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിച്ചതായി അറിയില്ല. പാർട്ടി ചിലപ്പോൾ അങ്ങനെയൊക്കെ പലതരത്തിലും പ്രവർത്തനങ്ങൾ നടത്തി കാണും, അതെനിക്കറിയില്ല. അല്ലല്ല ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് വ്യാപകമായി ഒരു മുസ്ലിം പീഡനം നടത്തി ഞാൻ പറഞ്ഞ മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ പോയി പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ പ്രസംഗിക്കാതെ അവിടെ മാത്രം പ്രസംഗിച്ചു എന്നുള്ള ധ്വനി, അത് ശരിയായ ഒരു വസ്തുതാപരമായി ശരിയല്ല എന്നാണ് ചൂണ്ടിക്കാഴ്ച. ശരി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിങ്ങളുടെ വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി വളരെയധികം കോൺസെൻട്രേറ്റ്, പക്ഷെ കാര്യമായിട്ടൊരു ബെനിഫിറ്റ് അന്ന് കിട്ടില്ല. ഇപ്പോൾ അവർക്ക് അത് വോട്ട് കിട്ടത്തില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹിന്ദു സംഘടനകളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഒരു തന്ത്രം മെനഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ആൾദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നു. ജോൺ ബ്രിട്ടാസ് ഈ അമൃതാനന്ദമയ്യയുടെ മടത്തിൽ നിന്ന് തെറ്റിപ്പോയൊരു സ്ത്രീയെ പോയി ഇന്റർവ്യൂ നടത്തിയിട്ട് ഒരു പുസ്തകം ഉണ്ടാക്കിയിട്ട് എന്തെല്ലാം അധിക്ഷേപങ്ങളാണെന്ന് ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ സംഘടനകളെ ചേർത്ത് പിടിക്കുന്നു പറഞ്ഞ വെപ്രാളങ്ങളാണ്. കാരണം മറ്റു ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഭൂരിപക്ഷ സമുദായത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു തന്ത്രം മെനയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വിജയിക്കാൻ പോകുന്നില്ല. കാരണം ഈ കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങൾ വോട്ട് ചെയ്യാൻ വളരെ മിടുക്കരാണ്. അവര് ഇപ്പൊ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ആർക്ക് ചെയ്യണം. ഇനിയും കുറച്ച് കൂടുതൽ ആകർഷകൾ കാണിച്ചുകൊണ്ട് ആരും ഈ വോട്ടിൽ നിന്ന് മാറി ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബൈജു ആണ് നെടുമങ്ങാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബൈജു, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ നീക്കങ്ങൾ ഏത് തരത്തിലാവും പാർട്ടിക്ക് CPM ഗുണം ചെയ്യുക അല്ലെങ്കിൽ ദോഷം ചെയ്യുക? CPM സംബന്ധിച്ച് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ടാണ് കാലങ്ങളായിട്ട് ജയിച്ചുകൊണ്ടിരുന്നത് മുൻകാലങ്ങളിൽ. അതെ, ആ സമയത്ത് അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതെ, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിന്ദു വോട്ട് തന്നെയായിരുന്നു അവരുടെ ഭൂരിപക്ഷവും അവർ ജയിച്ചുകൊണ്ടിരുന്ന കാലങ്ങളായിട്ട്. അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് അവർ ന്യൂനപക്ഷ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു വോട്ടുകളെ അവർക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ് അവർ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ന്യൂനപക്ഷ വോട്ടിന് വേണ്ടിയിട്ട് ഹിന്ദു വോട്ടിന് ശ്രദ്ധിക്കാതെ എന്നല്ല, ഹിന്ദുക്കളെ വളരെ അവഹേളിക്കുന്ന രീതിയിൽ. ഇപ്പോൾ ശബരിമല വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ആചാരം ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്ന സമയത്ത് പോലും അത് എടുത്തു ചാടി അവർക്ക് സമത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങിയൊക്കെയാണ് ഒരു കാര്യങ്ങൾ ചെയ്യുക. ആ സമയത്താണ് ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയുമായിട്ട് ഒരു പള്ളിത്തർക്കം ഉണ്ടായിരുന്നു. ആ വിഷയം സുപ്രീം കോടതി വിധി വന്നിട്ട് പോലും ആ വിഷയത്തിൽ പോലും ഇടപെടുകയോ അതിന് കാര്യങ്ങൾ ചെയ്യാതെ ഹിന്ദു ക്ഷേത്രമായ ശബരിമലയിൽ പോയിട്ട് അവിടെ ഇങ്ങനെ പെട്ടെന്ന് നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി ചാടി ഇറങ്ങിയത്. ആ ഒരു വിഷയത്തിൽ ഇവർക്ക് വലിയ പരാജയം ഉണ്ടായെന്നുള്ളത് ഇവർ കൃത്യമായിട്ട് മനസ്സിലാക്കി. അത് കാരണം ഹിന്ദുക്കളുടെ വോട്ട് വളരെ രീതിയിൽ നല്ലൊരു ശതമാനം ഹിന്ദു വോട്ടുകൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പോയി എന്നുള്ളത് അവർ മനസ്സിലാക്കി. അപ്പൊ അതിന് ഇനി എങ്ങനെ അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള നാടകമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇവര് ഈ ഇപ്പം എന്താ പറയാ, ആട്ടിൻ തോലിട്ട ചെന്നായിയുടെ പരിപാടിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കളോടോ ഈ ആചാരങ്ങളോടോ വിശ്വാസങ്ങളോടോ അവർക്ക് യാതൊരുവിധ ഇത് താല്പര്യം ഉണ്ടായിട്ടല്ല ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ ഈ രീതിയിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പൊ സമുദായ സംഘടനാ നേതാക്കന്മാർ അവരവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഒരിക്കലും ഇവിടെയുള്ള ഹിന്ദു സമുദായ സംഘടനാ നേതാക്കൾക്ക് കാര്യമില്ല എന്ന് പറയുമ്പോഴും അവരടുത്ത് ഈ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രീ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ തോമസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഇപ്പോൾ നടത്തുന്ന ഒരു നീക്കം അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യാൻ സാധ്യതയുള്ളതാണോ? കിരൺ, എനിക്ക് ശേഷം പ്രളയം എന്നതാണ് ഇപ്പൊ സർക്കാരിന്റെ എന്നെ കാണിച്ചിട്ടാണെങ്കിലും ഒരു ടേമിങ്ങോട് കൂടി അധികാരത്തിലെത്തണം. അതിനുശേഷം ഈ പാർട്ടി ഇവിടെ ഉണ്ടോ, ഇത് പിന്നെ ഇതും കൊണ്ട് നാട്ടുകാർക്ക് പ്രയോജനം ഉണ്ടോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണ് ഈ പ്രത്യയശാസ്ത്രങ്ങൾ ബലി കഴിക്കുന്നത്. ഈ നവോത്ഥാനത്തിലൂടെയാണ് ഈ പാർട്ടി ഇന്നും നിലനിന്നിരുന്നത്. നമുക്കറിയാലോ, ഈ കഴിഞ്ഞ ശബരിമലയിൽ ആ പ്രശ്നം ഉണ്ടായിട്ട് ഈ പാർട്ടി അധികാരത്തിൽ വന്ന എടുത്ത സ്റ്റാൻഡ് അതായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ നമുക്ക് സ്റ്റാൻഡ്
നമുക്ക് കാണാൻ പാടില്ല. വളരെ സങ്കടമുണ്ട്. കാരണം എന്നും ഈ ഭൗതികവാദത്തിന് അനുകൂലമായിട്ട് ഇന്ന് പ്രസ്ഥാനത്തെയാണ് ജനം നെഞ്ചിലേറ്റി ഇതുപോലെ ആക്കിയത്. അത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രം ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നത് ഇത് ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതമാണ് നമ്മുടെ ഈ കേരള സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം നമുക്കറിയാം ഇത് ഒരു വ്യക്തി മാത്രം ചെയ്യുന്നതാണ്. നമുക്ക് അജിത് കുമാറിന്റെ കേസ് നമുക്കറിയാലോ. നിരന്തരമായിട്ട് RSS നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ടതിന് ഒരു ശിക്ഷയില്ല. നമുക്കറിയാലോ, ഇപ്പൊ AK ആന്റണി പണ്ട് അമൃതാനന്ദമായി ഇതിനെ കാണാൻ പോയി. ഇപ്പൊ അന്ന് ബഹുമാനായ EK നായനാര് പറഞ്ഞ ഒരു ഇത് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. കാരണം അങ്ങനെ ഈ പാർട്ടി എല്ലാ കാലത്തും നിലപാട് സ്വീകരിച്ചുകൊണ്ടിരുന്ന പാർട്ടി ഇന്ന് ഈ സമുദായ സംഘടനകളുടെ കീഴ്പ്പെട്ട് ഇത് നിലനിർത്തിക്കൊണ്ടിരുന്ന അന്തസ്, ആ ജനങ്ങളോടുള്ള താല്പര്യം, ഭൗതികവാദം അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് നാളെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനും ഒരു CPM കാരനാണ്. ഇങ്ങനെ ഈ CPM ആയിരിക്കുന്ന ആളുകൾ മുഴുവൻ ഈ ശ്രീ തോമസ്, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. താങ്കളുടെ നിലപാടുകളുമായി അത് യോജിച്ചു പോകാത്തപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം കൂടിയാണ്. ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്നും. ഫാദർ, വിളിച്ചിട്ട് ഒരുപാട് ദിവസമായല്ലോ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. വിളിച്ചിട്ട് കുറച്ച് ദിവസം ഞാൻ വിളിക്കാറുണ്ട്, പക്ഷേ എപ്പോഴും കിട്ടാറില്ല. മിക്കപ്പോഴും കിട്ടുന്നത് വളരെ പ്രയാസമാണ്. എന്റെ അഭിപ്രായം പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്റെ അഭിപ്രായം, ഇലക്ഷൻ വരുമ്പോൾ എല്ലാരെയും കൂട്ടിപ്പിടിക്കുക എന്നത് അവര് തന്ത്രമാണ്. അത് വിജയിക്കോ ഇല്ലെന്ന് ജനം തീരുമാനിക്കട്ടെ. പക്ഷേ ചീഫ് മിനിസ്റ്റർ ആയാലും മിനിസ്റ്റർ ആയാലും അവർക്ക് ജനസേവകരാണ്. എത്രത്തോളം ജനത്തെ സേവിക്കുന്നുണ്ട്, അവിടെ പ്രയാസം പ്രശ്നങ്ങൾ എത്രത്തോളം പങ്കുചേരുന്നുണ്ട്, അവരെത്രത്തോളം ആശ്വസിപ്പിക്കുന്നുണ്ട്, അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എത്ര ശ്രമിക്കുന്നുണ്ട്, അതാണ് യഥാർത്ഥ ജനസേവകൻ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് ഒരു ആത്മപരിശോധന നടത്തേണ്ട അവസരമാണിത്. ഒരു ഇലക്ഷൻ അഭിമുഖീകരിക്കുമ്പോൾ ഒരു ആത്മപരിശോധന ആവശ്യമാണ്. വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്തി മുന്നോട്ട് പോകണം. അങ്ങനെയായിരിക്കണം ഒരു ജനസേവകൻ. അതാണ് എനിക്ക് പറയാനായിട്ട്. താങ്കളുടെ വ്യക്തമാണ്. നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കാസർഗോഡ് നിന്നും സന്തോഷാണ് ചേരുന്നത്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ നടത്തുന്ന ഒരു നീക്കം, CPM നടത്തുന്ന നീക്കം, അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിയെ സഹായിക്കുമോ? ഒരിക്കലുമില്ല. കാരണം ഇപ്പം നടക്കുന്ന ഓരോ നീക്കം ഇത് സമുദായ നേതാക്കളടുത്ത് പോയി ഇത് കാലുപിടിച്ചു അവരെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞ് വോട്ടാവില്ല. കാരണം അനുഭവിക്കുന്ന ജനങ്ങളാണ്. ഈ സമുദായ നേതാക്കൾക്കൊന്നും ഇതിന്റെ ഈ ഭരണത്തിന്റെ ഇതൊന്നും അറിയില്ല. ഈ വിലക്കയറ്റോ കാരണങ്ങളോ ഒന്നും അവരൊന്നും ഈ പോലീസ് സ്റ്റേഷൻ അതിക്രമമോ മറ്റതോ കുറച്ചൊന്നും അവരനുഭവിക്കുന്നില്ല. ഒരു കാര്യങ്ങൾ അവരനുഭവിക്കുന്നില്ല. സർക്കാരിന്റെ ഒരിതും ബാക്കിയുള്ള ജനങ്ങളാണ് അനുഭവിക്കുന്നത്. അപ്പൊ ഇപ്പൊ CPM പോലും നേരെ തിരിച്ച് കിട്ടേണ്ട വോട്ട് പോലും തിരിച്ച് കുത്തിക്കൊടുക്കും. അതാണ് അവസ്ഥ. ഇപ്പം എന്റെ കാഴ്ചപ്പാടിൽ പ്രതിപക്ഷം ഒരിക്കലും സമുദായ നേതാക്കളടുത്ത് പോകേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം ഈ CPM പോലും ഇവര് പോസ്റ്റർ ഒട്ടിച്ചാൽ മതി. കോൺഗ്രസ്സുകാർ പോസ്റ്റർ മാത്രം ഒട്ടിച്ച് സ്ഥാനാർത്ഥിനടുത്ത് പോസ്റ്റർ ഒട്ടിച്ചാൽ മതി. ബാക്കി അങ്ങ് CPM പോലും കൊണ്ട് കുത്തിക്കോളും. കാരണം അത്രയാണ് ഈ 10 വർഷത്തെ ഭരണത്തിന്റെ നേട്ടം. ഇന്നലെ ഒരു കോൺട്രാക്ടർ വിളിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് ഈ വർഷത്തെ ഓണത്തിന് പോലും പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. ഈ വർഷത്തെ ഓണം ആർക്കാ കൊടുത്തത്? ബീവറേജിലെ ജോലിക്കാർക്ക് കൊടുത്തു. 1,25,000 രൂപ അവർക്ക് ബോണസ് കൊടുത്തു. ബാക്കിയുള്ള പാവപ്പെട്ടവരുടെ കഷ്ടപ്പെട്ടു അല്ലെ? ഓരോ സർക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നേതാക്കൾ മാത്രമല്ല വോട്ട് ചെയ്യുന്നത്. അവരെ കുടുംബം 4-3-7 ആളെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള പാവപ്പെട്ട ജനങ്ങളുണ്ട്. അവരാണ് സർക്കാരിന് ഏത് സർക്കാർ വരണം എന്ന് ചിന്തിക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സുരേഷാണ് ദുബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുരേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ നടത്തുന്ന ഒരു നീക്കം പ്രധാനപ്പെട്ട ഹിന്ദു സംഘടനകളെയൊക്കെ ഒരുമിപ്പിച്ച് അല്ലെങ്കിൽ യോജിപ്പിച്ച് നിർത്തുന്നു. അതോടൊപ്പം തന്നെ മർദാനന്ദമയ്യെ പോലെയുള്ള ആളുകളെയുമായിട്ടുമൊക്കെ അത്തരത്തിലൊരു സൗഹൃദമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ? നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഇതെന്തായാലും വോട്ടാകില്ല. കഴിഞ്ഞ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇത് കുറയാനേ ചാൻസ് ഉള്ളൂ. ഇപ്പം കാര്യം എന്ന് പറഞ്ഞാല് അവര് നടത്തി ഇത് കാട്ടിക്കൂട്ടിയെല്ലാം കൊച്ചു പിള്ളേർക്ക് പോലും അറിയാം. അപ്പൊ ഇത് ഇവർ കാണിക്കായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം ഒരു കുറിയെങ്കിലും തൊട്ട്, ചന്ദനക്കുറിയെങ്കിലും തൊടാമായിരുന്നു. എങ്കിൽ പിന്നെയും കിട്ടിയനെ വോട്ട്. അതില്ല.
പിന്നെ അവര് നോയമ്പ് ഒക്കെ എടുത്ത് വ്രതം നിന്ന് ഒന്ന് ശബരിമലയ്ക്ക് ഒന്ന് പോട്ടെ 1-ാം തീയതി. വൃശ്യം വരാൻ ഇരിക്കണ്ട, 1-ാം തീയതി ഒന്ന് മലയ്ക്ക് പോട്ടെ. ഓരോരുത്തരുടെയും വിശ്വാസമല്ലേ ശബരിമല പോകണോ പോകണ്ട. അതെ അല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൽ എത്ര പേര് കുറി തൊട്ടിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് കാണാം. എന്തിനാണ് കുറി തൊടുന്നത്? കുറി തൊടുന്നതാണോ? ഒരാൾ വ്യാജമായി കൂടുതൽ കുറി തൊടുന്നതിൽ വരുന്നവരെല്ലാം നല്ല വിശ്വാസികളാണോ? ഒരുപാട് വ്യാജന്മാരായ ആളുകൾ കുറി തൊടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു കാലത്ത് കുറി തൊടുന്നത് കൊണ്ട് ഒരാൾ വിശ്വാസിയാണെന്നൊക്കെ താങ്കൾ എങ്ങനെയാണ് കരുതുന്നത്? ഇതിപ്പം വ്യാജമല്ല. വലിയ കുറിയൊക്കെ തൊടുന്ന ആളുകളിൽ പലരും വിശ്വാസമേ ഇല്ലാത്ത ആളുകളാണ്. ഉണ്ട് അത് അംഗീകരിക്കുന്നു. നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി കുറി തൊട്ടിറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉണ്ട്. അല്ല ഇത് എന്തായാലും പറ്റിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഒരു കുറിയെങ്കിലും തൊട്ടിരുന്ന അതും ഒരു പറ്റീരായിട്ട് കിടന്നേനെ. ആൾക്കാരെങ്കിലും വിശ്വസിച്ചേനെ, ഒരു കുറിയെങ്കിലും തൊട്ടല്ലോ ജീവിതത്തിൽ ആദ്യമായിട്ടെന്നെങ്കിലും വിചാരിച്ചേനെ. അത് ചെയ്തില്ല. ഞാൻ പറയുന്നത് ഇതൊന്നും നടത്താതെ ഇവരെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിനെന്തെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുമോ എന്നുള്ള നോക്കി പോയിരുന്നെങ്കിൽ ഈ പ്രശ്നമേ ഇല്ല. എന്തായാലും ഇത് വോട്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. കാര്യം ഇതിലും കുറച്ച് പൈസ ജനങ്ങളുടേത് പിന്നെ പോയി, കുറെ സദ്യ ഒരുക്കി, അങ്ങനെ കുറെ പൈസ അതിൽ പോയി. പിന്നെ രണ്ടാമത്തെ എത്രയോ ജനങ്ങളുടെ പൈസ കേരളയിലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇട്ട് ഒരു ബസ് വാങ്ങിച്ച് എന്തെല്ലാം പ്രശ്നങ്ങളാണ്. എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? ഒരു മാസ്റ്റർ പ്ലാൻ കേരളത്തിൽ ഇതിന്റെ ചരിത്രം തിരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ആ ഭരണം ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ഒരു തുടർ ഭരണം നൽകിയത്? ആയിക്കോട്ടെ, അത് നൽകിക്കോട്ടെ. അത് ജനങ്ങളല്ലേ അനുഭവിക്കുന്നത്. അത് പറഞ്ഞില്ല. തുടർ ഭരണം കൊടുത്തോട്ടെ, ഇനിയും കൊടുക്കട്ടെ, ഇനിയും കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയും കൊടുത്തോട്ടെ. നമ്മൾ രാഷ്ട്രീയത്തില് ഒരുപാട് വ്യക്തമാണ്. സുരേഷ് ശ്രീരാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീരാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? NSS, SNDP, KPMS ഇപ്പോൾ അമൃതാനന്ദമായി അങ്ങനെ എല്ലാവിധ ഹിന്ദു വോട്ട് ബാങ്കുകളെയും സ്വാധീനിക്കാനൊക്കെ കഴിവുള്ള ആളുകളെയൊക്കെ ചേർത്ത് നിർത്തുന്നത് പാർട്ടിക്ക് CPM ഗുണം ചെയ്യുമോ? സാറേ, ഞാൻ പറയുന്നത് പിന്നെ കോൺഗ്രസ്സുകാർ ചെന്നിട്ട് ജമാഅത്ത് ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, മുസ്ലിം ലീഗ് അവരുടെ ആക്ടിഫയർ എടുത്തു. അവർക്ക് അവരെ എടുക്കാമെങ്കിൽ എന്തുകൊണ്ട് CPM ഇവരെ എടുത്തുകൂടാ? ഇപ്പം പിന്നെ യോഗി ആദിത്യനാഥ് 40,000 കോടി മുടക്കി അവിടെ കുംഭമേള നടത്തിയില്ലേ? അത് വോട്ടിനല്ലേ? അതുപോലെ രാം മന്ദിർ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രധാനമന്ത്രി അവിടെ 4 ദിവസം താമസിച്ച് കവന്ന് കിടക്കുമായിരുന്നു. അത് വോട്ടിനല്ലേ? പിന്നെ ഇവര് പറഞ്ഞു എന്താ പിണറായി വിജയൻ വിശ്വാസിയല്ലെന്ന്. ഹരിവരാസനം പാട്ട് എഴുതിയ പിന്നെ ദേവരാജൻ മാഷ് ഒരിക്കൽ പോലും അയ്യപ്പനെ വിളിക്കുകയോ ശബരിമല പോവോ അവിടെ ഭക്തിയോ ചെയ്തിട്ടില്ല. പുള്ളി അവിശ്വാസിയായിരുന്നു. പുള്ളിയാണ് ഹരിവരാസനം പാട്ട് എഴുതിയത്. അത് പാടിയത് യേശുദാസ, ക്രിസ്ത്യാനി. പുള്ളി എന്തോ വിശ്വാസിയാണോ? എന്നിട്ട് ഇവരും വലിയ വാചകം അടിക്കുന്നു. മറ്റവർക്ക് അവിടെ പോവാമെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ചെയ്തുകൂടാ? ഇവര് വോട്ടിൽ പിടിച്ചോട്ടെ. പിന്നെ പറഞ്ഞു എന്തോ കോടിക്കണക്കിന് രൂപ മുടക്കി. 8,000 കോടിയുടെ സ്വന്തം ഈ രാജ്യത്തിന്റെ ഒരു പ്ലെയിൻ എടുത്ത് കറങ്ങിക്കൊണ്ട് നടക്കുക പ്രധാനമന്ത്രി. 5 ലക്ഷം രൂപയുടെ കോട്ട ഇടുന്നത്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഒരു വണ്ടി വാങ്ങിച്ചു 1 കോടി രൂപയുടെ, അതിനകത്ത് കറങ്ങിയെന്ന് ഇവർക്ക് ബോധമുണ്ടോ? അതുപോലെ തന്നെ എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുള്ളത്, വളരെയധികം നന്നായി പോയി ആ ന്യൂയോർക്കിന് ചെവിക്കലിന് ഒരു അടി കൊടുത്തത്. നന്നായി പോയി. താങ്ക് യു വെരി മച്ച്. ആരുടെയാണ്? ന്യൂയോർക്കിന് അങ്ങനെയൊന്നുമില്ല. ശരി ശ്രീരാജൻ, നമ്മൾ ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറയുന്നത്, നമ്മൾ അതിന് മറുപടി പറയുന്നത്. അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി നമുക്ക് അങ്ങനെ ആരുമായിട്ടും ഏതെങ്കിലും തരത്തിൽ വിരോധമില്ല. അവരുടെ അവസരം കൂടുതൽ നൽകുന്നത് തന്നെ, ഒരാൾ അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ അവരുടെ അവസരം നമുക്ക് നിഷേധിക്കാൻ നൽകുന്നത് തന്നെ ഒരു ജനാധിപത്യ മര്യാദയുടെ ഭാഗമാണ്. നമ്മളതിനെ അത്തരം ജനാധിപത്യ രീതിയിലുള്ള ചർച്ച എന്ന നിലയ്ക്കേ കാണാറുള്ളൂ. അല്ലാതെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് അവരോട് വ്യക്തിപരമായ വിരോധമോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും പ്രത്യേക സ്നേഹമോ അങ്ങനെയൊന്നുമില്ല. ശ്രീരാജൻ, താങ്കളോട് തന്നെ പലപ്പോഴും ഉടക്കേണ്ടി വന്നിട്ടുണ്ട്, സ്നേഹപൂർവ്വം സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ ആ സമയത്തെ പറയുന്ന വാക്കുകളുമായി ബന്ധപ്പെടുത്തി മാത്രമാണ് രാജൻ. അത് നമ്മൾ അങ്ങനെ വ്യക്തിപരമായി കാണരുത് ഇതിനെയും. ശ്രീ രാധാകൃഷ്ണനാണ് വൈറ്റിലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. ഇവിടെ ഇപ്പൊ ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ വില കയറിയിരിക്കണേ. ജനങ്ങൾ ജീവിക്കാൻ ഇവിടെ ദുരിതത്തിലെ ജനങ്ങൾ നിൽക്കുന്നത്. ആ സമയത്ത് ഇവര് ഇലക്ഷൻ വരുമ്പോൾ ചർച്ച ചെയ്യേണ്ട ഇതല്ല ഇവര്. അതിനു വേണ്ടിയാണ് ഈ വർഗീയത കലക്കണത്. എല്ലാ ഇലക്ഷൻ വരുമ്പോഴും വർഗീയത ഇതുപോലെ കലക്കിക്കൊണ്ടുവരും. പക്ഷെ നേതാക്കളെ എല്ലാവരും അടുപ്പിച്ച് നിർത്താനൊക്കെ നല്ലതാണ്. കാരണം ഭരണകൂടത്തിലേക്കും എല്ലാവരെയും ഒത്തുപിടിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതൊന്നും കണ്ട് വോട്ടാവില്ല. കാരണം ജനങ്ങളല്ലേ, ജനങ്ങളിവിടെ അനുഭവിക്കുന്ന അതുപോലെ ദുരിതത്തിലാണ്. ഇപ്പൊ തന്നെ സുമാരനായ തന്നെ കരയോഗങ്ങളൊക്കെ ഭയങ്കര ഇതെടുത്തിട്ടുണ്ട്. എല്ലായിടത്തും പ്രശ്നങ്ങളൊക്കെയാണ്. കാരണം അത് അവര് നിന്നോട്ടെ, പക്ഷെ അതൊന്നും വോട്ടായിട്ട് വരൂല. കാരണം ഇവരും ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വിശ്വാസത്തിന്റെ പേരിൽ ശരണം വിളിച്ചത് കണ്ടാണ്. കാരണം ഈങ്കിലാൻ വിളിക്കണ പോലെയാണ്, സമരം ചെയ്യണ പോലെയാണ് ഇത് ചെയ്യണത്, ശരണം വിളിക്കണത് തന്നെ. താങ്കള് ശരണം വിളിച്ച അത് PS പ്രശാന്താണ്. PS പ്രശാന്ത് വിശ്വാസിയായ മനുഷ്യനാണ്, പഴയ കോൺഗ്രസ്സുകാരനാണ്.
എസ് പ്രശാന്ത് അങ്ങനെ നിങ്ങൾ കരുതുന്നത് പോലെ ഏതെങ്കിലും വിശ്വാസമില്ലാതെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് CPM-ന്റെ മെമ്പർ ഏതെങ്കിലും മെമ്പർ ആണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പാർട്ടിയിലേക്ക് ചേർന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, അടിസ്ഥാനപരമായ വിശ്വാസിയുമാണ്. അതെ, ഈ കോമാളിത്തരമൊക്കെ ജനങ്ങൾ കാണുന്നില്ല. അതിന് കോമാളിത്തരം എങ്ങനെയാണ്? ഒരു വിശ്വാസി ശരണം വിളിക്കുന്നതിനെ താങ്കൾ എങ്ങനെയാണ് അതിനെ കോമാളിത്തരം? ശരണമല്ലല്ലോ വിളിച്ചത്, ഈങ്കിലാം വിളിക്കണ പോലെ കൈക്കൊക്കെ ചുരുട്ടി എങ്ങനെ വിളിച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടമല്ല. വേണം നമ്മൾ ബഹുമാനം കൊടുക്കുമ്പോൾ കൈ കൂപ്പി തന്നെ ചെയ്യണം. അങ്ങനെയൊന്നും ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിലല്ലേ. താങ്കൾ കൊടുങ്ങല്ലൂർ ഭരണിക്ക് നമുക്ക് പിന്നെ ശ്രീനിവാസൻ, താങ്കൾ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിന് TV-യിലെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതാ? കൊടുങ്ങല്ലൂരിൽ ഭരണിക്ക് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. അവിടെ എല്ലാവരും കൈ കൂപ്പിയാണ് വിളിക്കുന്നത് അല്ലേ? അല്ല, അവിടുത്തെ വേറെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ ചെയ്യാം. അല്ലാതെ ഒരാൾ കൈ കൂപ്പി വിളിച്ചോ, ഒരാൾ കുനിഞ്ഞു നിന്ന് വിളിച്ചോ, നൂന്ന് നിന്ന് വിളിച്ചോ, ഇൻക്ലാബ് വിളിക്കുന്നത് പോലെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അവർക്ക് മക്കളായ ഒരു മനുഷ്യനെ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. നടക്കുമ്പോൾ നമ്മൾ പറയും കൊടുങ്ങല്ലൂർ ഭരണി. ദൈവത്തെ തെറി വിളിക്കുന്നത് പോലും ആരാധനയുടെ ഭാഗമായി, ദൈവത്തെ തെറി വിളിക്കുന്നത് പോലും അത് ആരാധനയുടെ ഭാഗമായി കരുതുന്ന ഒരു സംസ്കാരത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ മാത്രം, അല്ലെങ്കിൽ എല്ലാം കരുതപ്പെടുന്ന രീതിയിൽ മാത്രമൊന്നും അല്ല ചെയ്യേണ്ടത്. അതിനകത്തൊക്കെ മാറ്റം വരുത്തിയാന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഗണപതി വിത്താണെന്ന് പറഞ്ഞ് മാറ്റം വരുത്താൻ. ഇപ്പൊ NSS ആണെങ്കിൽ തന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ആചാര അനുഷ്ഠാനങ്ങൾ ഇത് നടത്തിയപ്പോ അതിനെതിരെയൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേസ് എടുത്തിട്ടുണ്ട്. ഈ കേസൊക്കെ പിൻവലിക്കണ്ട, ഇതൊക്കെ ചെയ്യണ്ട, ഇതെല്ലാം ഇത് ചെയ്യണ്ട. ഇല്ല, NSS പറഞ്ഞ രീതിയിൽ സർക്കാർ മാറിയോ എന്താണെന്നുള്ളതൊന്നും പുറത്തു വന്നിട്ടില്ല. അതെല്ലാം സമ്മതിച്ച് അതെല്ലാം മാറ്റാൻ അങ്ങനെ തീർത്തിട്ടുണ്ടോ? രാജൻ പറഞ്ഞൊരു അഭിപ്രായം അത് പറയണം എന്ന് വിചാരിച്ചാണ്. ഹരിവരാസനം എഴുതിയത് ജാനകിയമ്മ എന്നൊരാളാണ് എന്നാണ് കരുതപ്പെടുന്നത്. അതിനകത്ത് എഴുതിയതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ പരക്കെ അംഗീകരിക്കപ്പെടുന്നത് ജാനകിയമ്മയാണ് ഹരിവരാസനം പാട്ട് എഴുതിയത് എന്നാണ്. പാട്ട് ചിട്ടപ്പെടുത്തുകയാണ് മാഷ് ചെയ്തത്, അതിനാണ് എഴുതിയത് എന്ന് പറഞ്ഞത് ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതുവരെയുള്ള ഒരു ഇടതുപക്ഷ പ്രവർത്തകർ എന്ന നിലയ്ക്ക് താങ്കളുടെ പരിചയത്തിൽ സാധാരണഗതിയിൽ ഇത്തരം സമുദായ സംഘടനകളെ ഒക്കെ ഈ മട്ടിൽ അടുപ്പിച്ച് നിർത്തിയല്ല തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പക്ഷേ ഇത്തവണ സമുദായ സംഘടനകളെയൊക്കെ അടുപ്പിച്ച് നിർത്തുമ്പോൾ അമൃതാനന്ദമയി മഠത്തിൽ അമൃതാനന്ദമയ്ക്ക് ഇന്ന് വൈകിട്ട് അല്പസമയത്തുള്ളിൽ 2 മന്ത്രിമാർ തന്നെ ആദരം നൽകുന്നു. ഈ ഒരു നീക്കം അടുത്ത തെരഞ്ഞെടുപ്പിന്റെ വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? സമുദായ സംഘടനകളുമായിട്ട് ഇടതുപക്ഷത്തിനോ CPM-നോ പിണറായിക്കോ ഒന്നും ഒരു വിരോധവും ഇല്ല, ഒരു കാലത്തും ഉണ്ടായിട്ടുമില്ല. സമുദായ സംഘടനകൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും പ്രത്യേകമായിട്ട് ചെയ്ത് കൊടുത്തിട്ടുമില്ല. അവർക്ക് അവകാശപ്പെട്ടതൊന്നും നിഷേധിച്ചിട്ടുമില്ല. അതൊക്കെ എല്ലാ സമുദായ സംഘടനകൾക്കും വളരെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. അവർക്ക് ആവശ്യങ്ങളൊക്കെ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ന്യായമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സമുദായ സംഘടനയാണെന്നുള്ള കാര്യത്തിൽ നടത്തി കൊടുക്കാതിരിക്കുന്നുമില്ല. അത് ഏത് സമുദായമായാലും ഏത് മതമായാലും ഏത് ജാതിയായാലും. അതാണ് ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാട്. 57 മുതൽ ഭരിക്കുന്ന സർക്കാരുകൾ ചെയ്ത ഗുണം കൊണ്ട് ഒരു പ്രത്യേക സമുദായത്തിന് ഗുണമോ ഏതെങ്കിലും പ്രത്യേക സമുദായത്തിന് ദോഷമോ ഉണ്ടായിട്ടില്ല. ജനങ്ങൾക്കെല്ലാം ഗുണം വരുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ സമുദായ സംഘടനകൾക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പമ്പയിൽ സംഗമം വിളിച്ചപ്പോ ഒരു സമുദായ സംഘടന പോലും മാറി നിൽക്കാതെ എല്ലാവരും ഒന്നിച്ച് അവിടെ വന്നത്. എന്തുകൊണ്ട് പിന്നെ പന്തളത്താരും വന്നില്ല? ഒരു സംഘടന പോലും അവിടെ പോയില്ല. ഇവിടെ എല്ലാവരും വരികയും ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? സമുദായ സംഘടനയ്ക്ക് എന്ന് പറഞ്ഞാല് ആ സംഘടനയിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും, പാവപ്പെട്ടവരും തൊഴിലാളികളും അധ്വാനിക്കുന്നവരും അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും എല്ലാം പൊതുവെ ഗുണം വരുന്ന കാര്യങ്ങൾ മാത്രമാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 5 ലക്ഷം വീടോളം കൊടുത്തു. 5 ലക്ഷം വീട്. ശ്രീകൃഷ്ണൻകുട്ടി, താങ്കൾ പറയുന്ന കാര്യങ്ങൾ താങ്കൾ ഈ വിഷയത്തിൽ എങ്ങനെ പറയുമെന്ന് അറിയാം. എന്റെ ചോദ്യമൊന്നുമല്ല. സമുദായ സംഘടനകളുടെ ഈ നിലപാടല്ല കേരളത്തിൽ. ഇത് നിലപാടെടുത്ത് ശരിയോ തെറ്റോ എന്നുള്ള ഞാൻ പറയുന്നത്. ഈ നിലപാടായിരുന്നില്ല CPM-ന്റെ മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. ആദ്യ പിണറായി സർക്കാർ വരുന്നത് 2016 CPM-ന്റെ ഒരു മുഖ്യ ടാർഗറ്റ് ആയിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് VS-ന്റെ നേതൃത്വത്തിൽ ഉന്നയിച്ചത്. അന്ന് BDJS പോലെ ഒരു സംഘടന നിൽക്കുമ്പോൾ ആ ഭാഗത്തേക്ക് വെള്ളാപ്പള്ളി നടേശനുള്ള എതിർപ്പ് മാത്രമല്ല, BDJS-ലേക്ക് CPM-നെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ജനവിഭാഗം ആ വോട്ട് അങ്ങോട്ട് പോകരുത്, അങ്ങനെയൊക്കെ രാഷ്ട്രീയമായി മുന്നിൽ കണ്ട് തന്നെയാണ് നീങ്ങിയത്. അതിനുശേഷമൊക്കെയാണ് ഈ വെള്ളാപ്പള്ളി നടേശനോട് അടുപ്പം തുടങ്ങിയത്. ഇപ്പോഴാണ് എല്ലാ കാര്യവും ചേർത്ത് നിർത്തി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അങ്ങനെ ഒരു നീക്കം. അത് ശരിയോ തെറ്റോ എന്നുള്ള വേറെ കാര്യം. പക്ഷേ ഞങ്ങൾ പണ്ട് മുതലേ ഇങ്ങനെ ആയിരുന്നു എന്നൊന്നും ചരിത്രം പറയരുത്. ഈ വെള്ളാപ്പള്ളി നടേശന്റെ സംഘടന എന്ന് പറയുന്നത് SNDP ആണല്ലോ, അല്ലേ? SNDPക്കെതിരെ അച്യുതാനന്ദനോ പിണറായി വിജയനോ SNDPക്കെതിരെ എന്നുള്ളതല്ലോ.
വെള്ളാപ്പള്ളി നടേശനെതിരെയും സുകുമാരൻ നായർക്കെതിരെയും ഈ സംഘടനയുടെ ഒക്കെ നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇതേ നേരത്തെ ഒരു പ്രേക്ഷകൻ തന്നെ പറഞ്ഞതുപോലെ അമൃതാനന്ദമയുടെ അടുത്ത് AK ആന്റണി പോയപ്പോൾ EK നായനാർ എന്താണ് പറഞ്ഞത് എന്നുള്ളത് താങ്കൾക്ക് എന്തായാലും വ്യക്തമായിട്ട് അറിയാം. അതായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച നിലപാട്. ഞങ്ങൾ മുമ്പ് മുതലേ ഇപ്പോഴത്തെ ഈ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് എന്ന് പറയുന്നത് തെറ്റാണെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, നമ്മൾ കിരൺ ഗോൾ പോസ്റ്റ് മാറ്റരുത്. ഗോൾ പോസ്റ്റ് മാറ്റുന്നേ ഇല്ല. ഗോൾ പോസ്റ്റ് മാറ്റി എന്താന്ന് വെച്ചാല് സമുദായ സംഘടന എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത്. സമുദായ സംഘടനകൾ എന്ന് പറയുന്നത് ഇപ്പോൾ NSS യോഗം കൂടിയിട്ടാണോ പിന്തുണ പ്രഖ്യാപിച്ചത്? അല്ലല്ലോ, NSS ഒരു യോഗവും കൂടിയിട്ടല്ലല്ലോ പ്രഖ്യാപിച്ചത്. സുകുമാരൻ നായർ സ്വന്തം നിലയിൽ പ്രഖ്യാപിച്ചത്. സംഘടന എന്ന് പറഞ്ഞാൽ SNDP അല്ലെ NSS അതൊക്കെയാ. അതാണ് ഞാൻ ചോദിച്ചത്. SNDPയുടെ ഈ വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായരോ ഒന്നും അവരുടെ ബോർഡ് യോഗമോ അല്ലെങ്കിൽ അവരുടെ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യോഗത്തിൽ അത് കൂടി പൊതുവെ ചർച്ച ചെയ്ത് എടുത്ത തീരുമാനങ്ങളൊന്നും അല്ലല്ലോ പലപ്പോഴും പ്രഖ്യാപിക്കുന്നത്. അതൊക്കെ ഈ സംഘടനകളൊക്കെ നിയന്ത്രണം ആർക്കാണ്? അവരുടെയൊക്കെ അഭിപ്രായത്തിനാണ് അവിടെ മേൽക്കൈ. അവർക്ക് സ്വാഭാവികമായും തീരുമാനിക്കാൻ അവകാശമുണ്ട്. അതിനപ്പുറം സംഘടനയുടെ അല്ല അവർ വേറിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നതിൽ കാര്യമുണ്ടോ? വെള്ളാപ്പള്ളി നടേശനെ പറഞ്ഞപ്പം വിമർശിച്ചിട്ടുണ്ടാവാം, അത് ഇനിയും ഭാവിയിലും വിമർശിച്ചൊന്നും വരാം. അങ്ങനെ ചെയ്യില്ല എന്നാരും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ പറയുന്നത് സമുദായ സംഘടനയുടെ കാര്യങ്ങളാണ്. സമുദായ സംഘടനകൾ ഈ ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്നതും അല്ലെങ്കിൽ ഇടതുപക്ഷം അവരോട് ചേർന്ന് നിൽക്കുന്നതുമായ വിഷയമാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. അതിനകത്ത് ഒരു സംഘടനയ്ക്കെതിരെയും CPM-ഓ CPM-ന്റെ നേതാക്കന്മാരോ ഇടതുപക്ഷമോ ഒന്നും ചെയ്തിട്ടില്ല. ആർക്കും ദോഷം വരുന്ന കാര്യങ്ങളും ചെയ്തിട്ടില്ല. അവരെയൊക്കെ എപ്പോഴും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ കേരളം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ എല്ലാ സമുദായ സംഘടനകളിലും എല്ലാ ജാതിയിലും പെടുന്ന എല്ലാവർക്കും വ്യക്തമാണ്. താങ്കൾ ഏറെ പ്രായമുള്ള ആളും കേരള രാഷ്ട്രീയം അറിയുന്ന ആൾ എന്ന നിലയ്ക്ക് കൂടി ഇപ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വിമോചന സമരം മുതലുള്ള കാര്യങ്ങളൊക്കെ ചരിത്രമെടുത്താൽ ഇതുകൂടി തിരുത്തി പറയേണ്ടി വരും. എന്തായാലും സമുദായ സംഘടനകളെ നേരിട്ടും എതിർക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, നമസ്കാരം. ഈ മുഖ്യമന്ത്രി AK ആന്റണി മുൻ മുഖ്യമന്ത്രി AK ആന്റണി നിൽക്കുമ്പോ ഈ അമൃതാനന്ദ കൂടെ നിന്നപ്പോ വൃത്തികെട്ട ഭാഷയിലല്ലേ CPM പറഞ്ഞത്? സിൽക്ക് സ്മിത കൂടെ നിൽക്കണ പോലെ നിൽക്കണം എന്നാണ് പറഞ്ഞത്. അന്ന് ഓർമ്മയുണ്ടോ കിരൺ സാറിന്? അങ്ങനെയല്ല EK നായനാർ പറഞ്ഞത്. EK നായനാർ അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെ പറഞ്ഞു? ഈ വാചകം അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ എന്ന് എനിക്ക് തൽക്കാലം അറിയില്ല. ഇനി അത് മറ്റാരെങ്കിലും പ്രധാന നേതാക്കളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റി പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞതായിരിക്കും. പ്രധാന നേതാക്കളാരും പറഞ്ഞാൽ എന്റെ അറിവിലില്ല. അപ്പൊ അല്ല, ഞാൻ എന്തോ ചിത്രീകരിച്ചിട്ടൊരു മോശമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് എന്റെ ഒരു ഓർമ്മയിലേക്ക് അത് മറ്റൊന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ആവർത്തിക്കുന്നില്ല. അത് ഇതുമായി ബന്ധപ്പെട്ടല്ല പറഞ്ഞത്. അല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എന്തായാലും സിൽക്ക് സ്മിതയുമായി ചേർത്ത് പ്രധാനപ്പെട്ട ആരെങ്കിലും പറഞ്ഞോ എന്നറിയില്ല. ഇനി സിൽക്ക് സ്മിത എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു വ്യക്തിയൊന്നുമല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞത് എന്റെ അറിവിലുമില്ല. എന്റെ അറിവിന്റെ കുറവാവാം ചിലപ്പോൾ, എനിക്കറിയില്ല. അല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് താങ്കൾ അത് ഇതിൽ ഇപ്പോഴത്തെ വിഷയത്തിൽ അഭിപ്രായം പറയും. ക്ഷമിക്കാനോട്. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. എനിക്കറിയില്ല ശ്രീനിവാസൻ, അങ്ങനെ ആരെങ്കിലും പ്രധാന നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ എന്ന്. അല്ല, അങ്ങനെ ഒരു അത് വിടൂ, താങ്കൾ വിടൂ. നമുക്ക് രണ്ടുപേർക്കും ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയാത്ത ഒരു സാധനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. താങ്കൾ ഇതിൽ അഭിപ്രായം കാര്യമില്ല. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു. ഞാൻ അങ്ങനെ ചരിത്രം. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ CPM-ന്റെ നീക്കങ്ങളെ കാണുന്നത്? അത് പോസിറ്റീവായി വരുമോ അതോ നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ടോ? മിസ്റ്റർ കിരൺ, ഇത് കേരളമാണ്, പ്രബുദ്ധ കേരളം എന്ന് തന്നെ പറയാം. വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ടും അതേപോലെ രാഷ്ട്രീയ എതിരാളികളെ, പ്രതിപക്ഷ നേതാക്കളെ അപഹസിച്ചുകൊണ്ടും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും വ്യക്തിഹത്യ നടത്തിക്കൊണ്ടും ഭരണം നേടാമെന്നുള്ള ഒരു വ്യാമോഹമുണ്ടല്ലോ, അത് കേരളത്തിൽ വിലപ്പോവില്ല. അതിനെ നമ്മൾ കാണുന്ന തെളിവ് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാലോ, സ്ത്രീ പ്രവേശനവുമായിട്ട് ശബരിമലയിൽ ഗവൺമെന്റ് നടത്തിയ നീക്കം അത് തെറ്റായി പോയെന്ന് മനസ്സിലാക്കി അതിൽ പരാജയപ്പെട്ടു. പാർലമെന്റിൽ അമ്പേ പരാജയപ്പെട്ടു. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോ ഒരു അയ്യപ്പ സംഘം കണ്ടില്ലേ? ശ്രീ റഷീദ്, ഞാനൊരു ചെറിയ സംശയം ചോദിക്കട്ടെ. അതിന്റെ തൊട്ടു പിന്നാലെ അല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്? അപ്പോഴേക്കും
കേരള ചരിത്രം തന്നെ മാറിയ ഒരു വിജയം ഉണ്ടായില്ല. അപ്പോൾ അത് പാർലമെന്റിൽ അതുകൊണ്ടാണെങ്കിൽ ഈ കഴിഞ്ഞ പാർലമെന്റിൽ എങ്ങനെയാണ് പരാജയപ്പെട്ടത്? അന്ന് താങ്കൾ പറഞ്ഞത് ശബരിമലയിലെ വിഷയത്തിലാണ് പരാജയപ്പെട്ടത്. ഞാനൊരു അക്കാഡമിക് പർപ്പസ് ചോദിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓരോരുത്തർക്കും ഒരു രീതിയിൽ വ്യാഖ്യാനിക്കാം അവരുടെ പാർട്ടിയിലേക്ക്. അത് അന്ന് പരാജയപ്പെട്ടത് ഈ ശബരിമല കൊണ്ടാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ്? പരാജയപ്പെട്ടു, ഇടതുപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ടല്ലോ. അല്ല, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചത്. അപ്പൊ ഈ അന്ന് ശബരിമല ഒന്നും ഇല്ലായിരുന്നല്ലോ. അല്ല, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താന്ന് വെച്ചാല്, നമ്മള് ഒരു വിശ്വാസത്തിന്റെ അവരെ വിശ്വാസാനുഷ്ഠാന ആചാരങ്ങളെ വ്യതിചലിപ്പിച്ചുകൊണ്ട് അവർക്കെതിരെ നീങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലനം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അയ്യപ്പ സംഘം സംഘടിപ്പിച്ചത്. അയ്യപ്പ സംഘടനത്തിൽ 4245 ആളുകൾ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് അവിടെ രജിസ്റ്റർ ചെയ്ത ആളുകൾ എത്രയാണ്? 623 ആളുകൾ. അങ്ങനെയല്ല ശ്രീ റഷീദ്, അത് ആ സമയത്തുണ്ടായ ചില ആശയക്കുഴപ്പത്തിന്റെ ഫലമായി വന്നതാണ്. ഞാനത് പറഞ്ഞോട്ടെ, അത് പറയണം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് നേരത്തെ നമുക്ക് അതങ്ങനെ ഒരു അബദ്ധം പറ്റി. അത് പറയണം എന്നുള്ളത് കൊണ്ട് കൂടി തന്നെ പറയുകയാണ്. അവിടെ രജിസ്റ്റർ ഉദ്ഘാടന ചടങ്ങിൽ ഈ പറയുന്നത് പോലെ 3000-ഓളം ആളുകൾ, 2000-നും 3000-നും ഇടയ്ക്ക് ആളുകൾ ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടായിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ നിറച്ച് ആളുകൾ ഉണ്ടായിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ബഹുഭൂരിപക്ഷം പേരും അടുത്ത സെമിനാറുകളിൽ കൃത്യമായി പങ്കെടുക്കാതെ മടങ്ങി. സെമിനാറുകൾക്ക് രജിസ്റ്റർ ചെയ്തിരുന്നവരിൽ ഏകദേശം 1200, കൃത്യം കണക്ക് അന്നത്തെ മന്ത്രിയുടെ വാക്ക് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. എന്നാലും ഒരു സെമിനാറിൽ 600 ശിഷ്ടം ആളുകളും, മറ്റു സെമിനാറിൽ 300 ശിഷ്ടം ആളുകളും, മറ്റു സെമിനാറിൽ ഇതുപോലെ 200 ശിഷ്ടം ആളുകളും ഒക്കെ പങ്കെടുത്ത് ഏകദേശം 1200-നും അടുത്ത ആളുകൾ സെമിനാറുകൾ പങ്കെടുത്തു. പക്ഷേ അവിടെ അയ്യപ്പ സംഗമത്തിൽ ഈ പറയുന്നത് പോലെയുള്ള ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് അയ്യപ്പ സംഗമത്തിൽ ആകെ 650 പേരാണ് പങ്കെടുത്തത് എന്നുള്ള മട്ടിൽ തെറ്റായ രീതിയിലൊക്കെ വന്ന വാർത്തകളടക്കം അത് തെറ്റാണ് എന്നതുകൂടി പറഞ്ഞതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പോയിട്ട് നേരിട്ട് അനുഭവമുള്ള പറയുന്നത്. നിങ്ങൾ പറഞ്ഞ വാർത്തയിൽ നിങ്ങൾ എഴുതി കാണിച്ച വാർത്തകൾ ഞാൻ അതാണ് പറഞ്ഞത് റഷീദ്. ആ സമയത്ത് ഉണ്ടായ ചില ആശയക്കുഴപ്പം കൊണ്ട് ഉണ്ടായതാണ്. അത് അങ്ങനെയല്ല എന്ന് ഞാൻ വ്യക്തമാക്കുകയാണ്. 600 ശിഷ്ടം പേരല്ല അതിൽ പങ്കെടുത്തത്. അത് ഒരു സെമിനാറിൽ മാത്രം പങ്കെടുത്ത ആളുകളുടെ എണ്ണമാണത്. അത് കൂടാതെ ഇപ്പോൾ നടത്തുന്ന വ്യക്തിഹത്യ, അതേക്കുറിച്ച് നിങ്ങൾ എന്താണ്? വ്യക്തിഹത്യ അതൊന്നുമല്ല നമ്മുടെ ചോദ്യം. ഇപ്പോഴത്തെ ചോദ്യം വ്യക്തിഹത്യ പറഞ്ഞാൽ ഇതേ വ്യക്തിഹത്യ രണ്ട് പാർട്ടിക്കാരും, താങ്കൾ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരനായ താങ്കൾ ഈ പറയുന്ന NSSുമായും SNDPയുമായും KPMSുമായിട്ടും ഒക്കെ ഏറ്റവും കൂടുതൽ കാലം അവരെയൊക്കെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയും അവർക്കെല്ലാം വഴങ്ങി രാഷ്ട്രീയ തീരുമാനങ്ങൾ പോലും എടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ്, അല്ലാതെ CPM അല്ല. എത്ര തവണ വഴങ്ങിയിരിക്കുന്നു? ഏതെല്ലാം ആളുകൾ മന്ത്രിയായത് പെരുന്നയിൽ നിന്നുള്ള പെരുന്നയിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ ഫലമാണെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയില്ലേ? ഇന്നാളെ വെക്കണമെന്ന് തന്നെ പറഞ്ഞു മേടിച്ചിട്ടില്ലേ? താക്കോൽ സ്ഥാനത്തിന് വേണ്ടി വാദം ഉന്നയിച്ചിട്ടില്ലേ? അവര് പറഞ്ഞു ഏത് സ്ഥാനമാണ് പല കാലങ്ങളായി നൽകാതിരുന്നിട്ടുള്ളത്? മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നാ പറഞ്ഞു കൊടുത്തിരുന്നോ? മുഖ്യമന്ത്രി സ്ഥാനം കിട്ടില്ല എന്നറിയില്ല അന്ന് ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ. അതുകൊണ്ടാണ് താക്കോൽ സ്ഥാനം ആഭ്യന്തര വകുപ്പ് വേണമെന്ന് തന്നെ പറഞ്ഞത്. അങ്ങനെ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. ചിലരൊക്കെ മന്ത്രിയായത് എങ്ങനെയാണ്, ചില സീറ്റുകളിൽ ചിലരൊക്കെ സ്ഥാനാർത്ഥിയായത് എങ്ങനെയാണെന്നൊക്കെ കോൺഗ്രസ്സുകാർക്ക് അറിയാമല്ലോ. അപ്പോൾ ഇവർ മാത്രമല്ല ഇത് ചെയ്യുന്നത് എന്നതുകൂടി ഓർക്കാൻ പറഞ്ഞതാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇന്നത്തെ ഈ കളികളുണ്ടല്ലോ, ഈ വർഗീയതയെ കാരണം ഇപ്പൊ നമ്മൾ പറയേണ്ടത് എന്താണ്? 9 വർഷമായി ഞാൻ ഭരിക്കുന്നു. സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരെ ചേർത്ത് നിർത്തുന്നത് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ള വിഷയമാണ്. മുമ്പ് കോൺഗ്രസ് എങ്ങനെ ചേർത്ത് നിർത്തിയിരുന്നു? കോൺഗ്രസ് ഗുണമുണ്ടായിട്ടുണ്ട്, ഗുണമില്ലാതിരുന്നുണ്ട്. NSS കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി പിന്തുണച്ചതാണ്. പക്ഷേ എന്നിട്ട് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അതിൽ നമ്മളൊരു സംവാദം നടത്തി ഞങ്ങളുമായി തയ്യാറാണ്. 9 കൊല്ലമായി നമ്മുടെ വിഷയം തൽക്കാലം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കാൻ നിർവാഹമില്ല. ശ്രീ മുരളീധരനാണ് പയ്യന്നൂരിൽ നിന്നാണ്. ശ്രീ മുരളീധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ സമുദായ സംഘടനകളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നയതന്ത്രം CPM നടത്തുന്നത്? അത് ആ പാർട്ടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഗുണം ചെയ്യും? തീർച്ചയായിട്ടും അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഈ ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ട് ഇപ്പോൾ സർക്കാരിനെതിരെ. അപ്പോൾ അതിനൊന്നും മറികടക്കാൻ കഴിയും. പിന്നെ ഈ ശബരിമല ഇഷ്യൂ വന്നതിന് ശേഷമാണ് 2021 തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വർദ്ധിപ്പിച്ചിട്ട് വീണ്ടും അധികാരത്തിൽ വന്നതാണ് ഇടതു മുന്നണി. അപ്പൊ ഇപ്പോൾ ഒരു സമുദായ സംഘടനകളെ ചേർത്ത് നിർത്തിയിട്ട് കൂടുതലൊരു കുറച്ചെങ്കിലും വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി സർക്കാരിന് ഒരു തുടർ ഭരണത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഇത് CPM ഗുണം ചെയ്യും എന്ന് പറഞ്ഞവരും ഇത് CPM ഗുണം ചെയ്യില്ല എന്ന് പറഞ്ഞവരും ഇത് ഒരു ഇടതുപക്ഷ രീതിയല്ല ഇങ്ങനെ സമുദായ സംഘടനകളൊക്കെ ചേർത്ത് നിർത്തുന്നത് എന്ന് പറഞ്ഞവരും അങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ച ആളുകളും ഒക്കെ ഉണ്ട്. അത്തരം പലതരത്തിലുള്ള ജനാധിപത്യപരമായ അഭിപ്രായങ്ങളാണ് ഉയർന്നത്. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്, നമ്മുടെ പൊതുവേദിയിൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിന് പലരുമായും തർക്കിക്കേണ്ടി വരും, പലരുമായി എതിരഭിപ്രായം പറയും. ചിലപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായിട്ടുള്ള അഭിപ്രായമായിരിക്കും, സ്വാഭാവികമായും നമ്മൾ മറുഭാഗത്ത് നിന്നുകൊണ്ട് പലപ്പോഴും ചോദിക്കേണ്ടി വരിക. അത് മറ്റു ചിലരൊക്കെ അത് മറ്റേയാളോട് ചോദിക്കൂ, ഇയാളോട് സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ വ്യക്തിപരമായ തരത്തിലേക്ക് കാണരുത് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.